കഥകളിലെ നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടങ്ങളിൽ നന്മയുടെ കൂടെ ചേരുന്ന ബുദ്ധിവികാസത്തിലൂടെ ഒരു പടി കടന്ന് ഫിക്ഷനുകളുടെയും മാന്ത്രിക കഥകളിലൂടെയും നൽകുന്ന സാഹചര്യങ്ങളിലൂടെയാണ് നമ്മുടെ വായനാശീലം വളർത്തുന്നത്. അഗാധമായ വായനകളിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് ഈ ഒരു പാതയിലൂടെയാണ്. അത്തരം ഒരു ഇവന്റാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതായത് ഫിക്ഷൻ അല്ലെങ്കിൽ മാന്ത്രിക കഥകൾ എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് ഒരു ഉത്തേജനമാണ്. അത് നമ്മളെ ഒരു വായനയിലേക്ക് എത്തിച്ചേർക്കുന്നു. ഇന്ന് നമ്മളിവിടെ കൂടിച്ചേർന്നിരിക്കുന്നത് അങ്ങനെ ഒരു പുസ്തകത്തിന്റെ പ്രകാശനത്തിന് വേണ്ടിയിട്ടാണ്. മന്ത്രിക്കുന്ന തന്ത്രങ്ങൾ, അതാണ് യന്ത്രങ്ങൾ. സോറി, can we restart it once? Sorry, can I repeat once? Time മതിയോ? സോ നമ്മളിവിടെ കൂടിച്ചേർന്നിരിക്കുന്നത് മന്ത്രിക്കുന്ന യന്ത്രങ്ങൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനത്തിനാണ്. നമ്മുടെ ഏതൊരു പ്രോഗ്രാമിന്റെയും തുടക്കം എന്ന് പറയുന്നത് നമ്മുടെ ഭഗവാനെ വിളക്ക് കൊളുത്തി സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണല്ലോ. അപ്പോൾ എല്ലാവരും നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിന്, ഇന്നത്തെ നമ്മുടെ അതിഥിയായ ഈ ബുക്ക് പ്രകാശനം ചെയ്യുക എന്ന ഈ കർമ്മം ഇവിടെ നിർവഹിക്കാൻ പോകുന്ന എല്ലാവർക്കും, ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഈ വേദിയിലേക്ക് സ്വാഗതം. കൂടെ ഈ പ്രകാശനത്തിന് എത്തിച്ചേർന്ന എല്ലാവർക്കും, ഓരോരാളുടെ പേര് ഞാൻ എടുത്തു പറയുന്നില്ല, ഇനിയും ആൾക്കാർ വരാനുണ്ട്. വരാനിരിക്കുന്നവർക്കും ഇവിടെ സദസ്സിലിരിക്കുന്നവർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് നമ്മുടെ വിളക്ക് കൊടുക്കൽ ചടങ്ങിൽ കിടക്കുകയാണ്. ആദ്യമായി വേദിയിലേക്ക് ഡോക്ടർ സുധാ മാമിനെ ക്ഷണിക്കുന്നു. നമ്മൾ കുറച്ച് പേരെ ഉള്ളെങ്കിലും കുറച്ച് കയ്യടിയൊക്കെ ചെയ്യാം നമ്മുടെ ഒരു പ്രോഗ്രാമില്. അടുത്തതായി മേരി ജോസഫ് മാം. അടുത്തതായി ഡോക്ടർ ഇന്ദിര പറക്കൽ. അടുത്തതായി നമ്മുടെ ഇന്നത്തെ VIP-യും കൂടിയായ ഓസ്റ്റിൻ. അടുത്തത് നമ്മുടെ പ്രേംരാജ് KK. ഇതൊന്നും Wow.
രചിച്ചിട്ടുണ്ട്. ഞാൻ കുറച്ചേ പറയുന്നുള്ളൂ, നമ്മുടെ സമയ പരിമിതി കൊണ്ടാണ്. കുറച്ച് 2-3 സെന്റൻസ് മാത്രം ഞാൻ പറയുന്നത്. ബട്ട് സുധാ മാം ഇവിടെ വന്ന് നിങ്ങളോട് സുധാ മാമിന്റെ കാര്യങ്ങളും ഇവിടുത്തെ കൃതിയുടെ കാര്യങ്ങളും ഒക്കെ പറയുന്നതായിരുന്നു. സ്വാഗതം സുധാ. ആദ്യമേ ഞാൻ പ്രേംരാജിനോട് പറഞ്ഞു, ലാസ്റ്റ് ഫ്യൂ ഡേയ്സിൽ വളരെ ഹെക്റ്റിക്കായിട്ട് പ്രോഗ്രാമിലായിരുന്നു, അതുകൊണ്ട് എനിക്ക് പുസ്തകം വായിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് പുസ്തകത്തെക്കുറിച്ച് ഞാനിപ്പോൾ ഒന്നും ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റില്ല. പിന്നെ നിങ്ങളെ ബോറടിപ്പിക്കാൻ ഒരുപാട് നേരം സംസാരിക്കാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരുപാട് പേരുടെ ആശംസ പറയാനും പുസ്തക പരിചയം നടത്താനും നിങ്ങളെ അഡ്രസ് ചെയ്യാനൊക്കെ ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. നിങ്ങളും ആകാംക്ഷയോടുകൂടി അവരെക്കുറിച്ച് കാത്തിരിക്കുന്നുണ്ടാവും. എനിക്ക് പറയാനുള്ളത് വളരെ ചുരുക്കി പറയുന്നു. നമ്മുടെ നാട്ടിൽ പറയാറുണ്ട് എല്ലാവരും വായിച്ചു വളരുക. അപ്പോൾ വളർച്ചയുടെ പാതയിലെ ഒരു അവിഭാജ്യമായ ഘടകമാണ് വായന എന്നുള്ളത്. അതും ഇക്കാലത്ത് എസ്പെഷ്യലി എഐന്റെയും മറ്റേ ടെക്നോളജിയുടെയും അതിപ്രസരം കാരണം നമ്മുടെ ഇടയിലൊക്കെ എത്രത്തോളം വായന കുറഞ്ഞു പോയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഏതെങ്കിലും ഒരു ഗാഡ്ജറ്റ്, ഏതെങ്കിലും ഒരു സ്ക്രീനിലാണ് നമ്മൾ മാക്സിമം ടൈം ഓഫ് അവർ ഡേ സ്പെൻഡ് ചെയ്യുന്നത്. ഒരു പക്ഷെ നമ്മൾ വർക്ക് റിലേറ്റഡ് ആയിട്ട് ഒരു സ്ക്രീനിൽ ഇരിക്കുകയാണെങ്കിൽ ആ വർക്ക് ടൈം കഴിഞ്ഞ ശേഷവും നമ്മൾ സ്ക്രീനിൽ വിടുന്നില്ല എന്നുള്ളത് ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിലെ അനുഭവമായിരിക്കും. ഞാനത് പറയേണ്ട കാര്യമില്ല. പക്ഷെ നമ്മൾക്ക് ആത്യന്തികമായി ഓരോ വ്യക്തികളും, നമുക്ക് നമ്മുടെ അച്ഛനമ്മമാരുണ്ടാവും, സഹോദരന്മാരുണ്ടാവും, ഭർത്താവുണ്ടാവും, കുട്ടികളുണ്ടാവും, കുടുംബമുണ്ടാവും. ഇതെല്ലാം ഉള്ളപ്പോഴും ആത്യന്തികമായും നമ്മൾ ഓരോരുത്തരും തനിച്ചാണ്. ഇങ്ങനെ നമുക്ക് ആർക്കെങ്കിലും അനുഭവപ്പെട്ടിട്ടില്ല? എപ്പോഴെങ്കിലും എത്ര പേരുണ്ടെങ്കിലും നമ്മളുടെ ഒരു വ്യക്തിത്വത്തെ കുറിച്ച് നമ്മൾ തനിച്ചിരുന്ന് നമ്മളെ ചിന്തിക്കുമ്പോഴും ഈ ലോകത്ത് നമ്മൾ തനിച്ചാണ്. അതേപോലെ ഏതോ വേദാന്തത്തിൽ കവി പറഞ്ഞ പോലെ വരുന്നത് നമ്മൾ തനിച്ചാണ്, പോകാൻ പോകുന്നതും തനിച്ചാണ്, ആരും കൂടെ വരാൻ പോകുന്നില്ല. അങ്ങനെയുള്ള തനിച്ചുള്ള സമയത്ത് ചിലപ്പോൾ നമ്മൾ തോന്നാറില്ലേ നമുക്ക് നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? Who am I? What am I? What's the purpose of my life here? What am I going to do with this life? എന്ന് നമുക്ക് തോന്നാറില്ലേ? അങ്ങനെ തോന്നിയിട്ട് ഞാൻ കാര്യമായിട്ട് അർത്ഥപൂർണമായി ഒന്നും ചെയ്യുന്നില്ല എന്നൊരു തോന്നൽ വന്നാൽ എനിക്ക് പറയാനുള്ളതാണ്, ആദ്യം അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തോന്നാതിരിക്കില്ലെന്നാണ് തോന്നുന്നത്, വിശുദ്ധമായിട്ട് എനിക്കറിയില്ല. അങ്ങനെ തോന്നിയാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു പുസ്തകം എടുത്ത് വായിക്കുകയാണെന്നുള്ളതാണ് എന്റെ മനസ്സിൽ തോന്നാറുള്ളത്. കാരണം ഒരു പുസ്തകം വായിച്ചതോടുകൂടി നമ്മളെ വിട്ടുപിരിയുന്നില്ല. ആ പുസ്തകം വായിച്ചിട്ട് ഒരു കവി ചോദിച്ചു തമിഴില്, ഒരു കവിതയിൽ നീ പഠിത്ത് എന്നെ അറിഞ്ഞുകൊണ്ടാ என்பதில் എതുവുമേ ഇല്ല, എന്നെ ഉണർന്നുകൊണ്ടാ என்பதிൽ ഇരിക്കുന്നത്. ആ കവിത വായിച്ചതിന് ശേഷം നിങ്ങളുടെ ചിന്താതലത്തിൽ എന്താ വരുന്നത്, അതാണ് ആ കവിതയുടെ പ്രസക്തി. ആക്ച്വലി ആ വായിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനുള്ളതല്ല, പക്ഷെ എന്ത് അനുഭവത്തെയാണ് നമ്മുടെ മനസ്സിന്റെ അടിത്തട്ടിലേക്ക് അത് തരുന്നത്, അതിനെ നമ്മൾ എങ്ങനെയാണ് നമ്മളെ ചിന്തിപ്പിക്കുന്നത് എന്നുള്ളത്. അങ്ങനെയുള്ള കാര്യം ആലോചിച്ച് നോക്കുമ്പോൾ ഓരോ പുസ്തകത്തിനും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ വ്യക്തമായ ഒരു മാർക്ക് ചെയ്യാൻ അതിന് സംവേദനക്ഷമത ഉണ്ടാവും. ചില പുസ്തകങ്ങൾ ഒരുപാട് നമ്മളെ ടച്ച് ചെയ്തില്ലെങ്കിലും ചില പുസ്തകങ്ങൾ ഓക്കെ ഒരുപാട് വായിക്കുന്നതിന്റെ കൂട്ടത്തിൽ മറ്റൊരു പുസ്തകം കൂടി എന്ന് തോന്നിയിട്ട് പോവാം. പക്ഷെ ചില പുസ്തകങ്ങൾ ആജീവനാന്തം നമ്മളെ സ്വാധീനിച്ചു വരും. ചില പുസ്തകങ്ങളിലെ ചില വരികൾ നമ്മളെ വല്ലാതെ ടച്ച് ചെയ്തു പോകും. ചിലപ്പോൾ ജീവിതം തന്നെ മാറ്റിമറിക്കാനും ഒരു ഭാഗമുണ്ടാവും. ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ പുസ്തകങ്ങൾ എഴുതുന്നവരും ശരി വായിക്കുന്നവരും ശരി, വായിക്കുന്നവർ ചുരുങ്ങി പോവുകയും എഴുതുന്നവർ കൂടുതലാവുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് തോന്നുന്നു. സോറി, ഞാൻ തെറ്റാണ് പറയുന്നതെങ്കിൽ ക്ഷമിക്കുക. പക്ഷെ അങ്ങനെ ഉണ്ട് ഇപ്പോൾ ഒരുപാട്. പക്ഷെ എഴുത്തിൽ കൂടി നമ്മളുടെ വ്യക്തിത്വത്തെ, നമ്മളുടെ ആത്മ സംതൃപ്തി കാണുന്നതിൽ കൂടുതൽ കൂടി നമ്മളെ തന്നെ കണ്ടെത്താൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് വളരെ അർത്ഥസമ്പൂർണമായ ഒരു എഴുത്തായിരിക്കും. വായനയിലും അത് നമുക്ക് കിട്ടണം എന്നാണ് എനിക്ക് തോന്നുന്നത്. വായിച്ചു വളരുക എന്ന് പറയുമ്പോൾ വായിക്കുന്നതിൽ കൂടി നമ്മൾ ഒരുപാട് പഠിക്കാറുണ്ട്, ലേൺ ചെയ്യാറുണ്ട്. ലേണിംഗ് എന്ന് പറയുമ്പോൾ ബേസിക്കലി എടുത്തു നോക്കിയാൽ 3 types ഓഫ് ലേണിംഗ് ആണ് ഉള്ളത്. എന്താണ് ബേസിക് ലേണിംഗ് അല്ലെങ്കിൽ കോർ ലേണിംഗ് എന്ന് പറയുകയാണെങ്കിൽ എന്റെ ഫീൽഡ് എന്താണോ അതിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനൊരു മെഡിക്കൽ സ്റ്റുഡന്റ് ആണെങ്കിൽ ആ മെഡിക്കൽ ഫീൽഡിലുള്ള എല്ലാ കാര്യങ്ങളും എനിക്കും അറിഞ്ഞേ പറ്റൂ, ഞാൻ പഠിച്ചേ പറ്റൂ. അതാണ് കോർ ലേണിംഗ്. മാർക്കറ്റിംഗിലുള്ളവരാണെങ്കിൽ മാർക്കറ്റ്
മാർക്കറ്റിംഗ്, അല്ലെങ്കിൽ എഴുത്തുകാരാണെങ്കിൽ എഴുത്തിനെ കുറിച്ച്, സാഹിത്യത്തിനെ കുറിച്ചുള്ള പഠിപ്പ്. സോ ആ കോർ ലേണിംഗ് ശേഷം വരുന്നതാണ് സ്കിൽ ഡെവലപ്മെന്റ്, സബ്സിഡൈസ് ചെയ്യണം. ഇപ്പൊ ഞാനൊന്ന് എഴുതിയിട്ട് ഞാൻ തന്നെ എഴുതിയെടുത്തിട്ട് വളരെ എഴുത്തുകാരിൽ തന്നെ വളരെ വമ്പന്മാരായ ജാമ്പവാന്മാരായ പലരുടെയും കൃതികൾ എടുത്ത് നോക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ എഴുതണം എന്നൊരാഗ്രഹം വരുന്നു. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? അങ്ങനെ എഴുതാനുള്ള പുസ്തകങ്ങൾ കൂടുതൽ വായിക്കുക ചെയ്യുക. അങ്ങനെ വായിച്ചാണ് നമ്മൾ വളരുന്നത്. ആ ലേണിംഗിലാണ് നമ്മുടെ സ്കിൽ ഡെവലപ്പ് ആവുന്നത്, സബ്സിഡറി ലേണിംഗ്. അതിനുശേഷമുള്ളത് എന്താണ്? ക്യൂരിയോസിറ്റി ലേണിംഗ്. ക്യൂരിയോസിറ്റി ലേണിംഗ് ആണ് ഇന്ന് കൂടുതലും നടക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പൊ ഈയിടെ ഞാൻ ഒരു കുട്ടി 10-20 വയസ്സേ കാണുള്ളൂ ആ കുട്ടിയെ. ആ കുട്ടി ഒരു സിംഫണി ചെയ്തിട്ടുണ്ട്, തമിഴ്നാട്ടുകാരനാണ് ആ കുട്ടി. അപ്പോ ഇത് കേൾക്കുമ്പോ ഈ വയസ്സിൽ ഇയാള് ഒരു സിംഫണി കമ്പോസ് ചെയ്ത് അത് ചിട്ടപ്പെടുത്തി അതിനെ പെർഫോം ചെയ്യാൻ പാകത്തിലാക്കിയെടുത്ത് അതിന്റെ സിംഫണി എന്ന് പറയുമ്പോൾ ക്രിയേറ്റീവ് എത്ര കാര്യങ്ങളുണ്ട് അതിൽ. അത് സ്വരപ്പെടുത്തി ചിട്ടപ്പെടുത്തുന്ന ഒരു സംഗീത രൂപം മാത്രമല്ല, അതിന് അക്കമ്പനിമെന്റ്സ് വേണം, അവരെ ട്രെയിൻ ചെയ്തെടുക്കണം. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. സ്റ്റുഡിയോയിൽ വെച്ച് റെക്കോർഡ് ചെയ്യുമ്പോൾ അതിൻ്റെതായ ചാലഞ്ചസ്, ഇങ്ങനെ ഓരോന്നും ചെയ്യുമ്പോൾ ആ കുട്ടിയുടെ ഈ പ്രായത്തില് നമ്മുടെ രാജ്യത്തെങ്കിലും, അല്ലെങ്കിൽ വേൾഡ് ഓവർ നോക്കിയാലും അധികം കാണില്ല, നമ്മുടെ രാജ്യത്തെങ്കിലും ആരെങ്കിലും ഉണ്ടോ എന്നും ചെയ്തവർ എന്നൊരു ക്യൂരിയോസിറ്റി നമുക്ക് വരും. ഇപ്പൊ നമ്മുടെ ഇവിടെ അജിത്ത് പഠിക്കുന്നുണ്ട്, ഓസ്റ്റിൻ ഈ പ്രായത്തിൽ എഴുതിയിട്ടുള്ള ആ ബുക്കും നമ്പർ ഓഫ് ബുക്സും അവരുടെ രചനയൊക്കെ നോക്കുമ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് അവർ ആശ്ചര്യം വരുന്നത്? ഈ പ്രായത്തിലിടയ്ക്ക് അങ്ങനെ ചെയ്തവര് അധികം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ ഇപ്പൊ ഈ കുട്ടി 20 വയസ്സിൽ ഒരു സിംഫണി ചെയ്തു എന്ന് വെച്ചാൽ ഓക്കെ, ഇതൊരു ആരും ചെയ്തിട്ടില്ല ഇന്ത്യയിൽ. എന്താണ് ഈ കുട്ടി ചെയ്തു വെച്ചിരിക്കുന്നത്? ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എസ്പെഷ്യലി എനിക്ക് മ്യൂസിക്കൽ ഇൻട്രസ്റ്റിലോട് അത് എന്ത് ക്യൂരിയോസിറ്റി അല്ലാതെ കിട്ടിയും. അപ്പൊ ഇങ്ങനെയുള്ള ക്യൂരിയോസിറ്റി കില്ലായിട്ടുള്ളതാണ് നമ്മുടെ ഭൂരിഭാഗം ലേണിംഗും ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി അവിടുന്ന് നമ്മൾ എന്തെങ്കിലും പഠിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് വ്യക്തമായ ഉത്തരം പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എത്ര പേര് റീൽസിൽ ഒരുപാട് അവേഴ്സ് ടു അറിയാറുണ്ട്. എല്ലാ റീൽസിലും നമുക്ക് എന്തെങ്കിലും കിട്ടാറുണ്ടോ? അറ്റ് ദ എൻഡ് ഓഫ് ഒരു മൊമെന്റിൽ നമ്മൾ ഓക്കെ മതി, ഇന്ന് ഇത്രയും സമയങ്ങളിൽ മതി എന്ന് പറഞ്ഞ് ആ റീൽ തന്നെ അവസാനിപ്പിച്ച് പോവാണെങ്കിൽ പോലും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമുക്ക് എന്താ ഫീൽ ചെയ്യാം? ഇത്ര സമയം ഞാൻ ഇതിൽ കടന്നു. അപ്പൊ ശരിക്കും ഒരു ലേണിംഗ് നടക്കുന്നുണ്ടെങ്കിൽ അവിടെ സമയം നഷ്ടപ്പെടുകയല്ലോ ചെയ്യുന്നത്, നമ്മൾ സമയത്തെ ഇൻവെസ്റ്റ് ചെയ്യാണല്ലോ ചെയ്യുന്നത്, അവിടെ നഷ്ടത്തിന്റെ കണക്കില്ല. സോ ഈ റീൽസ് കണ്ടു കഴിയുമ്പോൾ ലാസ്റ്റ് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ റിയലൈസ് ചെയ്യുന്നത് I wasted a lot of time today എന്നാണ്. അത് നമ്മൾക്ക് തരുന്നത് നല്ലൊരു അനുഭവമോ ഫീലിംഗോ അല്ല അവിടെ. അങ്ങനെ നോക്കുമ്പോൾ എന്ത് തരത്തിലുള്ള പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുള്ള ഒരു ആത്മസംതൃപ്തിയോ അല്ലെങ്കിൽ പല കാര്യങ്ങൾ. ഇപ്പോൾ ഓരോ ഭാഷയിലും എഴുതുന്നവർക്ക് ഓരോ പ്രത്യേകതകളുമാണ്. അവരുടെ ഒരു ശൈലി ഉണ്ടാവും, അവരുടെ അപ്രോച്ച് ഉണ്ടാവും ചില കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ ആദർ ഹെയ്ലിനെ എടുത്തു വെച്ചാൽ ഒരുപാട് ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചാണ് നോവൽ എഴുതുക. ഇപ്പൊ എയർപോർട്ടിനെ എടുത്തു വെച്ചാൽ എയർപോർട്ടിന്റെ നമ്മൾക്ക് അറിയാവുന്നത് ഒരു എയർക്രാഫ്റ്റ് കയറി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നത് മാത്രമാണ്. പക്ഷെ ഈ ഫ്ലൈയിങ് ക്രൂ എന്താ ചെയ്യുന്നത്? എയർക്രാഫ്റ്റിനകത്ത് എന്തൊക്കെയാണ് നടക്കേണ്ടത്, ഈ ഗ്രൗണ്ടിലുള്ള സ്റ്റാഫ് അവരെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, അതിന്റെ ഒരുപാട് ടെക്നിക്കൽ ആയിട്ടുള്ള വശങ്ങൾ അയാൾ അനലൈസ് ചെയ്യും. അങ്ങനെയാണ് അയാളുടെ നോവൽസ് എല്ലാം അങ്ങനെയാണ്. വീൽസ് ആവട്ടെ, ഹോട്ടലാവട്ടെ, ഹോസ്പിറ്റലാവട്ടെ, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ. ഇങ്ങനെയുള്ള ഓരോ നോവൽസ് വായിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒരുപാട് പഠിച്ചെടുക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടാവും. ഇങ്ങനെ പഠിച്ചെടുത്തിട്ടാവുമ്പോൾ എന്താവും, നമ്മള് അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള സാഹിത്യങ്ങൾ വായിക്കാൻ നമ്മൾക്ക് ഒരു പ്രചോദനം കിട്ടും. അങ്ങനെ ഓരോ ശാഖയിലും നമുക്ക് അത് വായിച്ച് വളരാനുള്ള ഒരു പാത ഒരുക്കി തരും. തീർച്ചയായിട്ടും അതൊക്കെ സംഗീതം നമുക്ക് അറിയുണ്ടാവും. നമ്മളൊരു പാട്ടെടുത്താൽ എന്താ ചെയ്യുക? ആദ്യം പല്ലവി പാടും, പിന്നെ അനുപല്ലവി പാടും, ചരണം പാടും. പക്ഷെ ഈ പല്ലവി പാടിയിട്ട് അത് റിപ്പീറ്റ് ചെയ്യും, പിന്നെയും പല്ലവിക്ക് പോകും. പല്ലവി കഴിഞ്ഞ് അനുപല്ലിലേക്ക് വന്ന ശേഷവും നമ്മൾ തിരിച്ച് പല്ലവിക്ക് പോകും. അതിനുശേഷം ചരണം പാടിയിട്ട് പിന്നെയും നമ്മൾ പല്ലവിക്ക് പോകും. അങ്ങനെ ഒരു കുറവാണിത്. ഇത് എന്താന്ന് വെച്ചാൽ കർക്ക എന്ന് പറയുമ്പോൾ എന്താണ്? കർക്ക എന്ന് വെച്ചാൽ പഠിക്കുക. പിന്നെ വരുന്നത് എന്താണ്? കഷടര. കഷടര എന്ന് പറയുമ്പോൾ എന്താണ് പറയുന്നത്? തെറ്റില്ലാതെ പഠിക്കുക, ശുദ്ധമായിട്ട് പഠിക്കുക, നിർദോഷമായിട്ട് പഠിക്കുക. സോ കർക്ക്, കഷടര, കർക്ക്. യു ഹാവ് ടു കം ബാക്ക് ടു ദ കർക്ക് അഗൈൻ. കற்பവൈ കർക്ക് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾക്ക് ശരിക്കും വേണ്ടത് എന്താണോ അത് പഠിക്കുക.
വെറുതെ കുറെ വായിച്ചു പഠിച്ചു എന്നിട്ട് ഞാൻ ജാക്ക് ഓഫ് ഓൾ മാസ്റ്റർ ഓഫ് നൺ എന്ന് എന്റെ പകരം എന്തെങ്കിലും ഒരു വിഷയം എടുക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് പഠിക്കുക. അതുകൊണ്ടാണ് കർപ്പവൈ കർക്ക എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ കാര്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ വാസ്റ്റ് ലേണിംഗിനേക്കാൾ ഡീപ്പ് ലേണിംഗ് ആണ് ബെറ്റർ എന്നാണ്. വാസ്റ്റ് ലേണിംഗ് ആകുമ്പോൾ നിങ്ങൾ ഒരുപാട് ടോപ്പിക്സ് കവർ ചെയ്യായിരിക്കും, പക്ഷെ ഒരു ടോപ്പിക്കിന് ഡെപ്തിൽ എത്തിയിട്ടുണ്ടാവില്ല. പക്ഷെ ഒരു കാര്യം എടുത്തിട്ട് അത് ഡീപ്പായിട്ട് ലേൺ ചെയ്യുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ ഫീൽഡിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഡെപ്ത് കിട്ടും. അതാണ് കർപ്പവൈ കറ്റ. കറ്റവൈ കറ്റപിൻ നിർക്ക്. അങ്ങനെ കറ്റവൈ എന്താണോ നമ്മൾ പഠിക്കുന്നത് അത് ആ പഠിത്തത്തോടുകൂടി പോയിക്കൂടാ. ഇന്ന് നമ്മൾ കാണുന്ന സ്കൂൾ എഡ്യൂക്കേഷൻ ആവട്ടെ, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ആവട്ടെ, എല്ലാം അങ്ങനെ പോകുന്നതാണ്. ഇപ്പോ ഞാൻ യഥാർത്ഥമായിട്ട് പറയുകയാണ്, പ്ലീസ് ഡോണ്ട് മിസ്റ്റേക്ക് മീ. ഒരു എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു കുട്ടിയോട് ആ സബ്ജക്റ്റിനെ കുറിച്ച് ആ ഒരു വിൻഡോ ഉണ്ടല്ലോ, ആ വിൻഡോയ്ക്ക് പുറത്തുള്ള എന്ത് ചോദിച്ചാലും അയാൾക്കറിയില്ല. I have seen such people. എല്ലാ സ്റ്റുഡൻസിന്റെയും ലേണിംഗ് ഉള്ളത് അത്രയും വളരെ 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 ഷാലോ ആയിട്ട് പോകുന്ന ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പൊ എക്സാം എഴുതുക എന്ന് പറയുന്നത് അവിടെ സംഭവിക്കുന്നത് ഒന്നുമല്ല, വെറും ഓർമ്മശക്തിയുടെ ഒരു പരിശോധന മാത്രമാണ്. മെമ്മറി ടെസ്റ്റ് ആണ് അവിടെ നടക്കുന്നത്. ഇവിടെ ഷാഡോയിങ് ഉണ്ടെങ്കിൽ മാത്രമേ അയാൾ ശരിക്കും പഠിച്ചത് എന്താ പഠിച്ചിട്ടുള്ളത്, ആ പഠിച്ചിരുന്ന അയാൾ എന്തെങ്കിലും നേടിയിട്ടുണ്ടോ, ആ പഠിച്ചതുകൊണ്ട് അയാളുടെ വ്യക്തിത്വത്തിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ, ഇതെല്ലാം അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ആ പഠിത്തം ആഴത്തിലുള്ളതാവണം. അതില്ലാതെ ഇന്ന് നമ്മൾ എന്തൊക്കെയോ കുറെ പ്രോജക്ട്സ് ഒക്കെ പറയുന്നത് കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾ മുതൽ 1ാം ക്ലാസ് കുട്ടികൾ മുതൽ പ്രോജക്റ്റ് ഉണ്ട്. ഇപ്പോൾ ഈ പ്രോജക്ട്സ് ഒക്കെ ആരാ ചെയ്യുന്നത്? അച്ഛനോ അമ്മയാണ് ചെയ്യുന്നത്. ഈ കുട്ടികൾക്ക് എന്തെങ്കിലും അതുകൊണ്ട് ഗുണമുണ്ടോ? ഇതാരും ആലോചിക്കുന്നില്ല. ഇതേപോലെയാണ് ഈ പഠിത്തം മുഴുവൻ ഈ പഠിക്കൂ എന്ന് പറയാൻ കുറെ പേരുണ്ട്. ബിക്കോസ് ഇറ്റ് ഇസ് എ ബിഗ് റാറ്റ് റേസ്. ഈ മാർക്ക് വാങ്ങുന്നതുകൊണ്ട് അവന്റെ വ്യക്തിത്വത്തിലോ അല്ലെങ്കിൽ ശരിക്കും അവന്റെ ജീവിതത്തിന് എന്ത് സ്കില്ലാണ് അവൻ നേടുന്നത് ആരും നോക്കാറില്ല. ഇങ്ങനെയുള്ള കാലത്ത് വായന ഒന്നേ ശരണം കൊണ്ടുവച്ചു. വായിക്കുമ്പോൾ ഒരു കുട്ടിയുടെ മനസ്സിൽ നടക്കുന്നത് ഇതാണ്, എന്താണോ വായിക്കുന്നത്. ചില വായനകളിൽ നമുക്ക് പെട്ടെന്ന് നോക്കി എനിക്ക് പറ്റില്ല, ദിസ് ഇസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ എന്ന് പറഞ്ഞ് നമ്മൾ ഇടുമായിരിക്കും. പക്ഷെ ഇന്ന് കുറെ വായിക്കുമ്പോൾ നമുക്ക് അറിയാം എന്ത് സബ്ജക്റ്റിലുള്ള എങ്ങനെയുള്ള വായനയാണ് എന്റെ രുചിക്ക് ചേർന്നത്, ഏതാണ് ഞാൻ വായിക്കേണ്ടത്, അങ്ങനെ വായിച്ച് ഞാൻ എനിക്ക് ഇങ്ങനെ വളരാൻ പറ്റും എന്നുള്ളത്. അങ്ങനെ വായിച്ച് വളരേണ്ട ഒരു കാലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അങ്ങനെയുള്ള സമയത്ത് ഇങ്ങനെയുള്ള പുസ്തകങ്ങളും എഴുത്തുകാരും വായനക്കാരും എല്ലാം ഒരുപാട് എഴുതാനും വായിക്കാനും ഉള്ള സന്ദർഭം ലഭിച്ച് അവരെല്ലാം വായിച്ച് നമ്മളെല്ലാവരും ചേർന്ന് ഇതേപോലെ ഒരുപാട് വായിച്ച് വളരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം, നന്ദി. അടുത്തതായി ഉദ്ഘാടന പ്രസംഗത്തിനായി മേരി ജോസഫ് മാമിനെ ക്ഷണിക്കുന്നു. മലയാളിയാണെങ്കിലും ഉടുപ്പി ആയിരുന്നു ജനനം. ഇപ്പോൾ വിജയ് കർണാടകയിൽ അസിസ്റ്റന്റ് എഡിറ്ററായി ജോലി ചെയ്യുന്നു. സാഹിത്യത്തിൽ വളരെ തൽപരരായ ഇവർ ഏതാനും കൃതികൾ കന്നഡയിലേക്ക് തർജ്ജമയും ചെയ്തിട്ടുണ്ട്. വേദിയിലുള്ള വിശിഷ്ട അതിഥികൾ, സദസ്സിലുള്ള സാഹിത്യ സ്നേഹികൾ, ബാക്കി എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിന്റെ നമസ്കാരം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്നലെയാണ് നമ്മൾ വായനാ ദിനം ആഘോഷിച്ചത്. അപ്പം വായനയുടെ ഇന്നലെ മുതൽ ഒരാഴ്ച കാലഘട്ടമാണ് വായനാ വാരമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. വായനയുടെ വായിച്ചു വളരുക എന്ന ഒരു മുദ്രാവാക്യത്തിലൂടെ കേരളത്തെ, മലയാളികളെ വായനയുടെ അത്ഭുത ലോകത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ പി.എൻ. പണിക്കർ എന്നുള്ള മഹാനായ വ്യക്തിയുടെ ചരമവാർഷിക ദിനമാണ് നമ്മൾ വായനാ ദിനമായിട്ട് ആചരിക്കുന്നത്. അങ്ങനെ ആ വായനയുടെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട്, പുസ്തകത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട്, അതിനെ ഉൾക്കൊണ്ട് അതിന്റെ സന്തോഷത്തിന്റെ നിലവിൽ നമ്മൾ കഴിയുമ്പോഴാണ് ഒരു പുതിയ പുസ്തകത്തിന്റെ ഒരു പ്രകാശന ചടങ്ങിനായി നാം എല്ലാവരും ഇവിടെ ഒത്തുചേർത്തിരിക്കുന്നത്. ചിലപ്പോൾ അതൊരു കോയിൻസിഡൻസ് ആയിരിക്കാം, പക്ഷെ ഇരട്ടി മധുരമാണ് അത് സമ്മാനിച്ചിരിക്കുന്നത്. അല്ലേ? സത്യമല്ലേ? അപ്പൊ എനിക്ക് ഈ പുസ്തക വായന, പ്രകാശനം എന്നൊക്കെ പറയുമ്പം കുഞ്ഞുണ്ണി മാഷിന്റെ ഒരു കവിതയാണ് ഓർമ്മ വരുന്നത്. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. എത്ര മനോഹരമായിട്ടാണ് ആ വായനയുടെ മഹത്വത്തെ 4 വരികൾക്കുള്ളിൽ കുഞ്ഞുണ്ണി മാഷ് പൊളിച്ചു വെച്ചിരിക്കുകയാണ്. ഞാൻ എന്ത് വേണമെങ്കിലും പറയാം. വായന അതാര് വായിക്കുമെന്നേ,
പുസ്തകം ആർക്ക് വേണമെന്നൊക്കെ പറയുന്ന ഒരു പുച്ഛത്തോടെ പറയുന്ന അല്ലെങ്കിൽ ലാഘവത്തോടെ പറയുന്ന ഒരു സമൂഹം ഒരുവട്ടം ആൾക്കാർ ഇവിടെ ഉണ്ട് അല്ലെ. എന്നിരുന്നാലും വായനയുടെ പ്രാധാന്യം അത് എത്ര കാലം പോയാലും അത് മാറിയേല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മൾ ഇന്നത്തെ തലമുറയുടെ കാര്യം പറയുമ്പോൾ വായനയുടെ കാര്യത്തിൽ ഇന്നത്തെ തലമുറ കുറച്ച് പിന്നിലാണ് എന്ന് നമ്മൾ ഒരു അവലോകനം ചെയ്യുമ്പോഴും വിലയിരുത്തപ്പെടുമ്പോഴും നമുക്ക് ആ നെഗറ്റീവ് സൈഡിനെ ഒന്ന് മാറ്റി വെച്ചിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള വശങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. എല്ലാ കുട്ടികളും വായിക്കുകയില്ല എന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ അടുത്ത കാലത്ത് ഞാനൊരു സംഭവം പറയാം. ഞാനൊരു കഴിഞ്ഞ കൊല്ലം എനിക്ക് കോട്ടയല്ല പാല വരെ പോകേണ്ടി വന്നു. എൻ്റെ കസിന്റെ കല്യാണത്തിന് പോകേണ്ടി വന്നു. അതേ സമയത്താണ് എൻ്റെ കൂട്ടുകാരി, എൻ്റെ ക്ലാസ്മേറ്റ് ആയ വിജയശ്രീ ഹാലാടി എന്നാണ് എൻ്റെ കൂട്ടുകാരിയുടെ പേര്. ഒരു കവയിത്രി കൂടിയാണ്. അവരൊരു കഥാസമാഹാരം എഴുതിയിട്ടുണ്ടായിരുന്നു. അത് കന്നഡയിലാണ്, ഉമ്മത്തി കുടിയ സാക്ഷി എന്നുള്ളത്. അപ്പൊ ഞാൻ അത് മംഗലാപുരത്ത് വെച്ചായിരുന്നു. എനിക്ക് ആ ചടങ്ങിന് പോകാൻ സാധിച്ചില്ല. അപ്പൊ ഞാൻ വിജയശ്രീയോട് പറഞ്ഞത് ഒരു കോപ്പി എനിക്ക് അയച്ചതാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, നിങ്ങൾ കുറച്ച് കന്നഡ പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, വേറെ അതിന് ഓതിനൊക്കെ അഭിപ്രായം കേൾക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ സന്തോഷത്തോടെ പറഞ്ഞു ഓക്കെ ഞാൻ പറയാന്ന് വിചാരിച്ചു. ആ സമയത്താണ് എന്റെ കസിന്റെ കല്യാണം വരുന്നത്. അപ്പൊ ഞാൻ ഓർത്തു അപ്പം ഏതായാലും നാട്ടിൽ പോവാണ്, കുറച്ച് ട്രെയിനിലൊക്കെ ഇരുന്ന സമയം എനിക്ക് കിട്ടും വായിക്കാം എന്ന് വിചാരിച്ചു. പക്ഷെ പോകുന്ന സമയത്ത് എനിക്ക് വായിക്കാൻ പറ്റിയില്ല. തിരിച്ചു വരുമ്പോൾ 4 മണിക്കാണ് കോട്ടയത്തിലെ ട്രെയിൻ. അപ്പൊ ഞാൻ ഈ പുസ്തകം കയ്യിൽ എന്തായാലും ഉണ്ട്. കൃത്യസമയത്താണ് ട്രെയിൻ വന്നത്. ട്രെയിനിൽ കയറി ഞാൻ ബാഗൊക്കെ അവിടെ വെച്ചപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു പയ്യൻ പുസ്തകം പിടിച്ചിങ്ങനെ ഇംഗ്ലീഷ് പുസ്തകം പിടിച്ച് വായിക്കുന്നു. എനിക്ക് തോന്നി ഉടനെ ഒരു ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്താൽ വളരെ കൗതുകം നിറഞ്ഞ വളരെ അപൂർവമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. കാരണം പണ്ടൊക്കെ ഒരു 10 കൊല്ലം മുന്നേ ഇതല്ലായിരുന്നു ഒരു അവസ്ഥ. നമ്മൾ ട്രെയിൻ യാത്രയിലോ കൂടുതലും ട്രെയിൻ യാത്രയിലാണ് നമ്മൾ പോകുമ്പോൾ നിരവധി ആളുകൾ പത്രത്തിന്റെ അവസ്ഥ സെയിം തന്നെയാണ് കേട്ടോ. പത്രമാണെങ്കിലും പുസ്തകമാണെങ്കിലും വായിക്കുന്ന ഒരു നിര നമുക്ക് കാണാമായിരുന്നു. മാത്രമല്ല ഓരോ സ്റ്റേഷൻ വരുമ്പോഴും പത്രം വിൽക്കാൻ വേണ്ടിയിട്ട് മനോരമ, മാതൃഭൂമി എന്ന് പറഞ്ഞാൽ എല്ലാവരും വിൽക്കുന്നവരുണ്ടായിരുന്നു. ഇന്ന് വിൽക്കാൻ വരുന്ന ആളുകളും ഇല്ല, വായിക്കുന്നവരും ഇല്ല. അപ്പൊ ഞാൻ ഓർത്തു അന്നത്രയ്ക്കാണ് എന്റെ ഭാഗ്യത്തിനകത്ത് ഈ പുസ്തകം ഇരിക്കുന്നത് ഞാൻ മനസ്സിലാക്കി. ഞാൻ ഉടനെ പുസ്തകം എടുത്തു വായിക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഒത്തിരി പേര് എന്നെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ഓർത്തി ഒരാളെന്നോട് ചോദിച്ചു മലയാളിയാണെന്ന് ചോദിച്ചു. അപ്പൊ കോട്ടയത്തിന് കേട്ടതുകൊണ്ട് മലയാളിയാണെന്ന് പുള്ളി അത് ഭാവിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അതെ പിന്നെന്താണ് ഈ കന്നഡ പുസ്തകം വായിക്കുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കന്നഡയാണ് പഠിച്ചത്, അതുകൊണ്ട് കന്നഡ പുസ്തകം വായിക്കുന്നു. അതായത് ഞാൻ പറയുന്നത് ഒരു പുസ്തകം അതിനെ കൗതുകം നിറഞ്ഞ കാഴ്ചകളായിട്ട് മാറുന്ന ഒരു കാലഘട്ടമുണ്ട്. പക്ഷെ വേറൊരു സന്ദർഭം ഞാൻ പറയാം. ഇതിനൊരു കൊലീഗുണ്ട്, വെങ്കടേഷ് എന്നാണ് പേര്. തൊട്ടുപിള്ളാപ്പുറയിൽ നിന്ന് ബാംഗ്ലൂർ എന്റെ ഓഫീസിലോട്ട് എല്ലാ ദിവസവും ട്രാവൽ ചെയ്യുന്ന ആളാണ്. അതായത് ഉച്ചയ്ക്ക് പുള്ളിയുടെ കയ്യിൽ 4-5 പുസ്തകം കാണാം. ഈ കോളേജിൽ പഠിക്കുന്ന ഈ പിള്ളേരുണ്ടോ അവരിങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് പോകുന്ന ഒരു സാധാരണയാണ്. അപ്പൊ പുള്ളി തൊട്ടുപിള്ളാപ്പുറയിൽ നിന്ന് ബസ്സിൽ കയറി കഴിഞ്ഞാൽ ബാംഗ്ലൂർ എത്തുന്നത് വരെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കും. അതുപോലെ രാത്രി ജോലി കഴിഞ്ഞ് 11 മണിക്കാണ് മെജസ്റ്റിക്കിന്റെ ബസ് കയറുമ്പോൾ തൊട്ടുപിള്ളാപ്പുര വരെ പോകുന്നവരെ പുള്ളി വായിച്ചുകൊണ്ടിരിക്കും. ഞങ്ങളൊക്കെ തമാശക്ക് പറയാറുണ്ട് സഞ്ചരിച്ച ഗ്രന്ഥാലയ നമ്മൾ കളിയാക്കാനുണ്ട്. പക്ഷേ ഇത് വളരെ നോളജ് ഉള്ള വ്യക്തിയാണ്. സംഭവം ഇതല്ല, ഒരിക്കലും ഈ അദ്ദേഹം ഇരുന്ന് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബസ്സിലൊക്കെയാണ് പുസ്തകത്തിന്റെ വിജയത്തിന് കാരണമാകുന്നത്, അതുപോലെ പത്രപ്രവർത്തനത്തിന്റെ വിജയത്തിന് കാരണമാകുന്നതെന്ന് വിശ്വസിക്കുന്ന ഞാൻ ഒരാളുകൂടിയാണ്. ഭാഷയുടെ കാര്യം പറയുമ്പോൾ ഇന്ന് ആർക്കും ലാംഗ്വേജ് വേണ്ട. ഒരിക്കൽ ഞാൻ എന്റെ കൂട്ടുകാരിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുക, കാരണം നമ്മുടെ സ്കൂളുകളിലാണെങ്കിലും ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അതിൽ 100 മാർക്ക് കുട്ടികൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പാരന്റ്സ് ഹാപ്പി, അതുപോലെ സ്കൂളിലെ അധികൃതർക്കും ഹാപ്പി. തെറ്റിദ്ധരിക്കരുത് ആരെങ്കിലും മാനേജ്മെന്റിലെ ഭാഗത്തിന് ആരെങ്കിലും ഉണ്ടെങ്കിലും. കാരണം ഭാഷ വേണ്ട. ഒരുപക്ഷെ ഇംഗ്ലീഷിന് കുറച്ചും കൂടെ ഒരു കാര്യം ഉണ്ടായിരിക്കാം. കന്നഡയുടെ സ്ഥിതിയും സെയിം തന്നെയാണ്, മലയാളത്തിന്റെ സ്ഥിതി അത് തന്നെയാണ്, എനിക്കത് അറിയാം. അപ്പം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെ കൂട്ടുകാരി പറഞ്ഞു എന്തോ കുട്ടികളുടെ കാര്യമൊക്കെ പറയുമ്പോഴത്തേക്ക് ഭാഷ എന്തിനാണ് മേരി, അതുകൊണ്ട് എന്ത് പ്രയോജനം എന്നോട് ചോദിച്ചു. ഞാൻ ഞെട്ടിപ്പോയി. ഒരു പത്രപ്രവർത്തിക്കായി എന്നോട് ഭാഷ എന്തിനാണെന്ന് ചോദിച്ചാൽ ഭാഷയെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഞാൻ പറഞ്ഞു ഭാഷ വേണ്ടേ, നമ്മൾ രണ്ടുപേരും ഇങ്ങനെ സമ്മതിക്കുന്നു, ഒരു ആശയവിനിമയം നടത്തുന്നു, നമുക്ക് ഭാഷ വേണ്ടേ, അത് ഭാഷയാണ്. ഇല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു കാര്യം അത് തെറ്റാണോ ശരിയാണോ എന്ന് നമുക്കൊരു വിശകലനം ചെയ്യുന്നെങ്കിൽ പോലും ഒരു ഭാഷ വേണ്ടേ, ഒരു കുറിപ്പെഴുതാൻ ഭാഷ വേണ്ടേ, ഒരു വേദിയിൽ പ്രസംഗിക്കണമെങ്കിലും ഭാഷ വേണ്ടേ. ഒരു
പുള്ളിക്കാരി മനസ്സിലാക്കിയോ എനിക്ക് അറിയത്തില്ല. ഏത് മേഖലയായിക്കോട്ടെ, ശാസ്ത്രമായിക്കോട്ടെ, സാഹിത്യമായിക്കോട്ടെ, കലയായിക്കോട്ടെ, ഭാഷ അതിന്റെ വളർച്ചയ്ക്ക് അനിവാര്യമാണ്. മാത്രമല്ല ഭാഷ എന്ന് പറയുന്നത് ഒരു ആശയവിനിമയത്തിന്റെ ഒരു മാർഗം മാത്രമല്ല, ഒരു സമൂഹത്തിന്റെ സംസ്കാരവും പാരമ്പര്യവും ഇതൊക്കെ അടുത്ത തലമുറയിലേക്ക് കൈമാറുന്നതിൽ ഭാഷയ്ക്ക് ഒരു പ്രധാനമായ പങ്കുണ്ട്. അതൊരു വ്യക്തിയുടെ വ്യക്തിത്വത്തിന്റെ അഭിമാനത്തിന്റെ ഒരു പ്രതീകമാണ്. നമ്മൾ പറയും, നമ്മുടെ പത്രം എപ്പോഴും കന്നഡ ഭാഷയെ കുറച്ച് പൊക്കി പിടിക്കുന്ന കുറച്ച് കൂടുതൽ വില കൊടുക്കുന്ന നമ്മുടെ പണ്ടത്തെ CAക്ക് നിർബന്ധമായിരുന്നു. കന്നഡ ഭാഷയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാൻ. അതുകൊണ്ട് നമ്മൾ കന്നഡ ഹബ്ബ നടത്തും. എല്ലാ കൊല്ലവും കലകളെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് കന്നഡ ഹബ്ബ എന്നൊരു പ്രോഗ്രാം നടത്താറുണ്ട്. നമ്മളത് കന്നഡ പറയും, കന്നഡ അസ്മിത എന്ന് പറയും. കന്നഡ അസ്മിത എന്ന എത്തിപ്പിടിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമാണ്. അത്രയ്ക്കും പ്രാധാന്യം ഒരു ഭാഷയ്ക്കുണ്ട്. ഇന്ന് നമുക്ക് കാണാം, ഇന്ന് നമ്മുടെ പുസ്തകത്തിന്റെ പോസിറ്റീവ് വശങ്ങളും നെഗറ്റീവ് വശങ്ങളും പറയുമ്പോൾ ഇന്ന് പുസ്തക പ്രസാധന രംഗം എന്ന് പറയുന്നത് വളരെ പ്രതിസന്ധികൾ നേരിടുന്ന ഒരു മേഖലയാണ്. നിങ്ങളത് വായിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുന്നേ കന്നഡ പ്രസാധകർ, പുസ്തക പ്രസാധകർ ഒരു നിയോഗം അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന സിദ്ധരാമയ്യച്ചനെ കണ്ട് ഒരു നിവേദനം കൊടുക്കുകയും ചെയ്തു. എന്താണ്? സർക്കാരിൽ നിന്ന് പുസ്തകം, ഇന്നും നമ്മളൊരു നല്ല പുസ്തകം എഴുതിയാലോ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ലേഷൻ ചെയ്താലോ അതിനെ പ്രകാശനം ചെയ്യാൻ പ്രസാധകർ കിട്ടാറില്ല. അവർ പറയും ഞങ്ങളെല്ലാം നഷ്ടത്തിലാണ് നമ്മുടെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇവരൊരു നിയോഗം പോയി അന്നത്തെ മുഖ്യമന്ത്രിയായ സിദ്ധരാമയ്യ കണ്ടിട്ടെന്ന് പറഞ്ഞു, സർക്കാരിന്റെ ധനസഹായം നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ തരിപ്പണമായി പോകുമെന്ന് പറഞ്ഞു. അതുപോലെ അതിന് എന്ത് ആശ്വാസം പറഞ്ഞോ, എന്ത് വാക്ക് കൊടുത്തോ എന്ന് എനിക്ക് അറിയത്തില്ല. ആ റിപ്പോർട്ടൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു അപ്ഡേറ്റ് എടുക്കണമെന്ന് ചോദിച്ചാൽ സർക്കാർ ചില തെരഞ്ഞെടുക്കപ്പെട്ട പുസ്തകത്തിന്റെ 100 കോപ്പി വാങ്ങിച്ച് ലൈബ്രറിയിലേക്ക് കൊടുക്കുന്ന ഒരു പതിവുണ്ട്. ഇപ്പോൾ ആ 100 എന്ന് പറയുന്ന എണ്ണം കുറച്ച് 40 മാറ്റി. അതിനെതിരെ ഒരു കൂട്ടം എഴുത്തുകാരുടെ സംഘടന ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. ഇല്ല, 40 കഴിഞ്ഞാലൊന്നും അതുകൊണ്ട് യാതൊരു ഈ പുസ്തക പ്രസാധന രംഗം എന്ന് പറയുന്ന ഒരു വ്യവസായം എന്ന് പറഞ്ഞൊന്നും ഉയർച്ചയിലേക്ക് പോവുകയില്ല, അത് 100 തന്നെ ആക്കണമെന്നും ഒരു നിവേദനമൊക്കെ ഒരു കംപ്ലൈന്റ് വന്നിട്ടുണ്ട്. അത് എത്രമാത്രം സർക്കാർ അത് ഏറ്റെടുക്കുകയെന്നുള്ളത് എനിക്ക് അറിയത്തില്ല. ഇപ്പൊ പുസ്തകം വായന അസ്തമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ സങ്കടത്തോടെ പറയുന്ന ഒരു കാലഘട്ടത്തിൽ പോകുമ്പോഴാണ് ഇന്ന് മന്ത്രിക്കുന്ന യന്ത്രങ്ങൾ, ശരിയാണല്ലോ പുസ്തകത്തിന്റെ മന്ത്രിക്കുന്ന യന്ത്രങ്ങൾ എന്നുള്ള പുസ്തകം KK പ്രേംരാജിന്റെ പുസ്തകം ഇന്ന് പ്രകാശനം ചെയ്യപ്പെടുന്നത്. ഇത് എനിക്ക് തോന്നുന്നത് പ്രേംരാജ് എന്ന എഴുത്തുകാരൻ ഒരു ആശയത്തെ നമ്മൾ കഥയാക്കി മാറ്റുകയും ആ കഥയെ വായനക്കാരുടെ ഹൃദയത്തിലേക്ക് ജീവിക്കുന്ന അനുഭവമാക്കി മാറ്റുന്നത് വളരെ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അതിന് ഒരു ഹാർഡ് വർക്ക് വേണം, ക്ഷമ വേണം, അർപ്പണബോധം ആവശ്യമാണ്. അതെല്ലാം കൂടി കലർന്നതാണ് ഈ പുസ്തകം എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. മാത്രമല്ല മിസ്റ്റിക്കൽ ത്രില്ലർ എന്ന ഒരു വ്യത്യസ്ത മേഖലയിലൂടെ കടന്നുകൊണ്ട് KK പ്രേംരാജ് എന്ന എഴുത്തുകാരൻ പുതിയ വഴി തെളിച്ചിരിക്കുകയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വളരെ കുറച്ചു മാത്രം പരീക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരു മേഖല കൂടിയാണ് ഈ മിസ്റ്റിക്കൽ ത്രില്ലർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ മേഖലയിലേക്ക് ധൈര്യപൂർവ്വം കടന്നു ചെന്ന് സാധ്യതയുടെ പുതിയ മാതൃകകൾ തുറന്നു കൊടുക്കുകയും ഭാവിയുടെ എഴുത്തുകാർക്ക് KK പ്രേംരാജ് എന്ന ഒരു എഴുത്തുകാരൻ പ്രചോദനമാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം സാഹിത്യത്തിന്റെ ചിരപരിചിതമായ ചില വഴികളിലൂടെ മാറി നിന്നാണ് അദ്ദേഹം ആ വഴികളിലേക്ക് നടന്നിരിക്കുന്നത്. ചില വഴികളൊക്കെ നമ്മൾ സ്വയം സഞ്ചരിക്കുമ്പോൾ മാത്രം തെളിയുന്നതാണ്. മറ്റു ചില വഴികളൊക്കെ അത് നാം സ്വയം വെട്ടി തെളിയിക്കേണ്ടതാണ്. അതുകൊണ്ട് ഇന്ന് പ്രകാശനം ചെയ്യപ്പെടുന്ന ഈ മന്ത്രിക്കുന്ന യന്ത്രങ്ങൾ എന്ന പുസ്തകം ഒരു വിജയകരമായി മാറട്ടെ. സാഹിത്യ ലോകത്ത് ഒരു പുതിയ ചുവടുവയ്പ്പിന് കാരണമാകട്ടെ. അത്യധികം അനേകായിരം വായനക്കാരിലേക്ക് ഇത് എത്തിച്ചേരട്ടെ, വിജയകരമായി ഭവിക്കട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് എഴുത്തുകാരെന്ന് ഒരിക്കൽ കൂടി
അഭിനന്ദനം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ ഇന്ദിര പറക്കാട്ട് കേന്ദ്ര സംസ്കൃത സർവകലാശാലയിൽ പ്രൊഫസറായിരുന്നു. ഇപ്പോൾ സംസ്കൃതത്തിൽ ക്ലാസ്സുകൾ എടുക്കുന്നു. ഏതാനും ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. അനേകം പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. സംപൃക്തോ വാഗർത്ഥ പ്രതിപത്തയേ ജഗതപിതരോ വന്ദേ പാർവതി പരമേശ്വരോ. ശ്രീഗുരുഭ്യോ നമഃ. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്കും സദസ്സിലിരിക്കുന്ന സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നമ്മളെയൊക്കെ എല്ലാവർക്കും ഒരു സുദിനമാണ് അല്ലേ? നമ്മളെല്ലാവരും നമ്മുടെ അനുഗ്രഹീത സാഹിത്യകാരനായ നമ്മുടെയൊക്കെ സുഹൃത്തായിരിക്കുന്ന പ്രേംജിയുടെ മന്ത്രിക്കുന്ന യന്ത്രങ്ങൾ എന്ന ഏറ്റവും പുതിയ നോവൽ പ്രകാശനം ചെയ്യുന്ന ചടങ്ങിലാണ് ഇരിക്കുന്നത്. അതിനെ തുടർന്ന് വേറെയും പല പരിപാടികളും സഹൃദയർക്ക് സാഹിത്യ കുതുകികൾക്ക് ഇഷ്ടമുള്ള വിഭവങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഈ ചടങ്ങിൽ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ നമ്മളെല്ലാവരും എങ്ങനെയുള്ളവരാണ്? സാഹിത്യത്തെയും സംഗീതത്തെയും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അങ്ങനെ അല്ലാത്തവരുടെ സ്ഥിതി വളരെ ദയനീയമാണ് എന്ന് പറയാറുണ്ട്. സാഹിത്യ സംഗീത കലാവിഹീന സാക്ഷാത് പശു പുച്ഛ വിഷാണഹീന എന്ന് പറയും. സംസ്കൃതം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സാഹിത്യവും സംഗീതവും അതിലൊന്നും താല്പര്യമില്ലാത്തവര് വായും കൊമ്പും ഇല്ലാത്ത വെറും മൃഗങ്ങളാണ് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ആരും മൃഗങ്ങളല്ല. അത് മാത്രമല്ല, നമുക്ക് ഇതിലൊക്കെ നല്ല താല്പര്യമുള്ളവർ മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. അപ്പൊ ഈ സാഹിത്യം എന്ന് പറയുന്നത് എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്നതല്ല. പ്രതിഭ നല്ലപോലെ ഉണ്ടാവണം. അതാണ് ഈ സാഹിത്യകാരന്മാരൊക്കെ ഈ ലോകത്ത് കാണുന്ന എല്ലാ വസ്തുക്കളെയും ഇങ്ങനെ നോക്കും, നമ്മൾ നോക്കും. പക്ഷെ അവർ നോക്കുന്ന ദൃഷ്ടി വേറെയാണ്. വളരെ സൂക്ഷ്മമായ ദൃഷ്ടിയാണ് അവരുടെ. ഓരോ കാര്യങ്ങളെയും അവർ വളരെ വിശദമായി സൂക്ഷ്മമായി വിശകലനം ചെയ്യും, ശ്രദ്ധിക്കും. അതിന് ശേഷം അതിലേതെങ്കിലും ഒരു കാഴ്ച അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഭവം അവരുടെ ഉള്ളില് നന്നായിട്ട് സ്പർശിച്ചിട്ടുണ്ടാവും. രാമായണത്തില് ആദികവി പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവയെ കുറിച്ച് തന്നെയാണ് ഇപ്പോഴും പല പല കവികളും എല്ലാവരും നമ്മളിപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതേ വസ്തുക്കളൊക്കെ തന്നെയാണ്. പക്ഷെ എത്ര എത്ര കാവ്യങ്ങള്, എത്ര എത്ര നാടകങ്ങള്, എത്ര എത്ര നോവലുകള് ഇന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ എന്താണ്? അവരുടെ പ്രതിഭ കൊണ്ട് അവർ നോക്കിക്കാണുന്ന രീതിയിൽ അത് നമ്മളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അപ്പൊ പുതുമയാർന്ന എപ്പോഴും ഇങ്ങനെ പുത്തനാണ് എന്ന് നമുക്ക് തോന്നണം. അതാണ് രമണീയത എന്ന് പറയുന്നത്. എപ്പോഴും ഇത് പുതിയതാണല്ലോ, ഇത് പുതിയതാണല്ലോ എന്നിങ്ങനെ നമുക്ക് തോന്നണം. ആശയം ചിലപ്പോൾ പഴയതാകാം, പക്ഷെ വർണ്ണിക്കുന്ന രീതിക്ക് വളരെ വ്യത്യാസം ഉണ്ടാവും. അങ്ങനെയാണ് നമുക്ക് ഈ സുന്ദരങ്ങളായ കാവ്യങ്ങളൊക്കെ കിട്ടിയിരിക്കുന്നത്. നമ്മൾ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും വീണപൂവിനെ അല്ലേ? വീണപൂവിനെ കാണാത്ത ആരെങ്കിലും ഉണ്ടോ? നമ്മൾ ആരെങ്കിലും ഉണ്ടോ? പക്ഷെ നമുക്ക് ആർക്കും അതിനെ കുറിച്ചൊരു കവിത എഴുതാൻ തോന്നിയില്ല. കഷ്ടായി പോയി, നല്ല പൂവായിരുന്നു ഇന്നലെ വരെ എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ അതിനെ, ആ പൂവിനെ വെച്ച് ഹാ പുഷ്പമേ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഉദാത്തമായ ഒരു കവിത എഴുതാൻ, അതിലൂടെ ജീവിത സിദ്ധാന്തങ്ങളെ, ജീവിത ദർശനങ്ങളെ എല്ലാം അവതരിപ്പിക്കാനും ആർക്കേ കഴിഞ്ഞുള്ളൂ? കുമാരനാശാനെ കഴിഞ്ഞുള്ളൂ. നമ്മളൊക്കെ കാണുന്ന കാഴ്ചക്കാര് തന്നെയാണ് ഇതൊക്കെ. ഇതുപോലെയാണ് കവികൾ നമ്മുടെ ഉള്ളിലേക്ക് ഈ ജീവിത തത്വങ്ങളെ അല്ലെങ്കിൽ ആശയങ്ങളെ സുന്ദരമായിട്ട് മനസ്സിലാക്കിച്ചു തരുന്നത്. അപ്പോൾ കുറേ ഉദാഹരണങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ടവരാണല്ലോ. കവിത ഇഷ്ടപ്പെട്ടവരും നോവൽ ഇഷ്ടപ്പെടുന്നവരും നാടകങ്ങൾ വായിക്കുന്നവരും ഒക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത്.
വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇപ്പൊ നേരത്തെ എൻ്റെ മുമ്പ് പ്രസംഗിച്ചവരൊക്കെ പറഞ്ഞ പോലെ വായനാശീലം കുറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ കുറേ വായിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അവരത് ഇരുന്ന് ആസ്വദിച്ച് വായിക്കുന്നുമുണ്ട്. ഇനി അടുത്ത തലമുറ, നമ്മുടെ ഈ തലമുറ വരെ അത് ഉണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അടുത്ത തലമുറക്കാർ ഇതേപോലെ ഒരാളെ ഇരിക്കുന്നുണ്ട്. ആ ആളെ ഇതിലൊക്കെ താല്പര്യമുള്ള ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ എങ്ങനെയായാലും നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ പ്രേംരാജിന്റെ ധാരാളം പുസ്തകങ്ങൾ ഇന്ന് നമുക്ക് കിട്ടാനുണ്ട്. അതിൽ കുറച്ചെങ്കിലും നമ്മളിൽ എല്ലാവരും വായിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓരോ കഥയും വ്യത്യസ്തമായ രീതിയിലാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഒരു സ്റ്റീരിയോ ടൈപ്പാണ് നമ്മൾ പറയാറുണ്ട്. ചില മുമ്പൊക്കെ ചില കഥാകൃത്തുക്കളുടെയൊക്കെ ചെറുകഥകളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ പറയും ആദ്യം കുറച്ച് വായിക്കും, പിന്നെ പറയാം ഇനിയൊക്കെ മറ്റേ പഴയ പോലെ തന്നെയാവും, അതിപ്പോൾ അവസാനിക്കുക എങ്ങനെയാണെന്ന് നമുക്കറിയാം എന്ന് നമുക്ക് ഒരു ധാരണയുണ്ട്. പക്ഷെ അത് ആ കവിയുടെ ഒരു പ്രതിഭയെയും ഭാവനാശക്തിയെയും ഒക്കെ അനുസരിച്ചാണ് വരുന്നത്. അപ്പൊ ഈ പ്രതിഭ മാത്രം പോരെ, അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. എന്താണ്, ഭാവന മാത്രം ഉണ്ടായ കവിത എഴുതാൻ പറ്റുമോ? ഇല്ല. നല്ല വ്യുത്പത്തി ഉണ്ടാവണം, ഭാഷാ സമ്പത്ത് ഉണ്ടാവണം, അതും പോരാ നല്ല പരിചയം ഉണ്ടാവണം. ധാരാളം പുസ്തകങ്ങൾ വായിക്കണം. നമ്മൾ വായിച്ച് ഏത് നല്ലത് ഏത് ചീത്ത നീരക്ഷീര വിവേകികളാവണം എന്ന് പറയും. പാലും വെള്ളവും വേർതിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ നമ്മളുടെ ആശയങ്ങൾക്ക് അനുസരിച്ച് എന്തൊക്കെ ഉണ്ടോ അതിനനുസരിച്ച് ആ കഥയെ കൊണ്ടുപോകാനും അത് അനുവാചകരിലേക്ക് എത്തിക്കാനും ഒക്കെ കഠിനമായ ശ്രമവും ആവശ്യമാണ്. നമ്മൾ പറയും ഒരു നോവല് കാണുമ്പോൾ അദ്ദേഹം ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണല്ലേ, അദ്ദേഹത്തിന് വേറെ പണിയൊന്നും ഇല്ല തോന്നുന്നു എന്നൊക്കെ പറയുന്നവരുണ്ട്. ഇപ്പോൾ അദ്ദേഹം അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയല്ല. അദ്ദേഹത്തിന്റെ എത്രയോ ദിവസങ്ങളിലെ ആ ഒരു ചിന്തയിലെ ആ ഫലമായിട്ടാണ് ഒരു പുസ്തകം നമ്മൾ ഇറക്കുക. അത് കഴിഞ്ഞാലും പുസ്തകം അച്ചടിക്കാൻ കൊടുത്തു കഴിഞ്ഞാലും അക്ഷരപിശാച് വന്ന് പിടികൂടും ഇല്ലേ? എത്ര പ്രാവശ്യം പ്രൂഫ് നോക്കിയിട്ടാണ് നമ്മളൊരു ബുക്ക് ഇറക്കുക. എന്നാലും പിശാച് കൂടെ ഉണ്ടാവും. അത് ഒന്ന് രണ്ടെണ്ണം നമുക്കിതിൽ കാണാം. അത് നമ്മുടെ തെറ്റല്ല. നമുക്ക് പറ്റണിടത്തോളം നമ്മൾ തിരുത്തി പോയാലും അത് ഒഴിവാക്കാൻ നമുക്ക് സാധിക്കില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ആശയം നമുക്ക് മനസ്സിലാവും. വളരെ വളരെ കഷ്ടപ്പെട്ടാണ് ഓരോ പുസ്തകങ്ങളും ഓരോ ഗ്രന്ഥകർത്താക്കളും ഇറക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ മന്ത്രിക്കുന്ന യന്ത്രങ്ങള് ഞാൻ വായിച്ചു. കാര്യം പറഞ്ഞാല് ഇപ്പൊ വായന ഞാനും ഒരുപാട് വായിച്ചിരുന്നവരാണ്. മുമ്പ് മാതൃഭൂമി ആഴ്ച പതിപ്പിലൊക്കെ ഈ നീണ്ട കഥകളൊക്കെ വരുമ്പോ അടിയാണ്, ആരാദ്യം വായിക്കും എന്ന് പറഞ്ഞിട്ട് അത്രയധികം താല്പര്യത്തോടു കൂടി ആഴ്ച കൊണ്ട് വരാൻ കാത്തിരിക്കുക. രാവിലെ വേഗം എല്ലാ പണിയും കഴിച്ച് അതിന് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു. അത്രയ്ക്കുള്ള കാത്തിരിപ്പൊന്നും ഇപ്പൊ ഇല്ല എന്നത് ശരിയാണ്. കാരണം ഒന്നിച്ചിരുന്ന് വായിക്കാൻ അത്രയും നമുക്ക് താല്പര്യമില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് കേൾക്കാൻ കുറെ എന്നെ പോലുള്ളവർക്കൊക്കെ ആവുമ്പോൾ കുറെ കേൾക്കാൻ പറ്റും. അപ്പൊ കുറെ വായിക്കുന്നതിനേക്കാളും സൗകര്യം കേൾക്കാല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ അതിലേക്ക് പോവാറുണ്ട്. കഥകളൊക്കെ കേൾക്കാറുണ്ട് ഞാൻ. അപ്പൊ എന്തായാലും ഇത് വായിച്ചു മുഴുവനും. അപ്പൊ ഇതിനെ കുറിച്ച് പറയാന്ന് പറഞ്ഞാല് ഈ കവികളൊക്കെ സഞ്ചാരികളാകണം എന്ന് പറയാറുണ്ട്. നമ്മുടെ കാളിദാസ മഹാകവിയൊക്കെ എവിടെയൊക്കെ പോയിട്ടാണ് ഓരോരോ കാര്യങ്ങളെ വർണ്ണിച്ചു തരുമ്പോ ഇപ്പൊ നമ്മൾ അവിടെയൊക്കെ പോകുമ്പോ ഇതാണല്ലേ അദ്ദേഹം വർണ്ണിച്ചത് എന്നൊക്കെ നമുക്ക് ഒരു അടുത്ത കാലം വരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിരുന്നു. അതുപോലെ നമ്മുടെ പ്രേംജി കുറെ സഞ്ചരിച്ച ആളാണ്. കാലം മെക്സിക്കോ ത്തെ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇന്നലെ വിളിച്ചു ചോദിച്ചു, താങ്കൾ കൂടെ പോയിട്ടുണ്ടോ അതോ കേട്ടറിഞ്ഞ വിവരം കൊണ്ടാണോ തുറന്ന് ചോദിച്ചു. അതായത് എൻ്റെ മനസ്സിലെ ഇത് ഈ നമ്മളൊക്കെ വായിക്കുന്ന സമയത്ത് നമ്മളൊന്നും അവിടെ പോയിട്ടില്ല.
പോയിട്ടില്ല, ഞാൻ പോയിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ മെക്സിക്കോ എങ്ങനെയാണ്, അവിടുത്തെ ഗ്രാമപ്രദേശങ്ങൾ എങ്ങനെയാണ്, അവിടുത്തെ മലകൾ എങ്ങനെയാണ്, പുഴകൾ എങ്ങനെയാണ്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഓരോ ഇവരെ പോലെയുള്ളവരാണ്. അപ്പൊ കുറേ അറിവ്, ഓരോ പുസ്തകങ്ങളും പിന്നെ അറിവുകളിലേക്കുള്ള എന്താണ് തുറന്നിട്ട വാതിലുകളാണ് നമ്മൾ പറയാറുണ്ട്. അത് ഇതുകൊണ്ടാണ് കുറേ അറിവ് കിട്ടി. അപ്പൊ അവിടെയുള്ള, ഞാനിന്ന് വരുമ്പോൾ എൻ്റെ പേരക്കുട്ടിയോട് പറയായിരുന്നു, അവിടെയുള്ള ചില ആചാരങ്ങള്, അനുഷ്ഠാനങ്ങള് അതും നമുക്ക് ഇതിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ന്യൂ ഇയറിൽ ഇങ്ങനെ മഞ്ഞ വസ്ത്രം ധരിക്കും, അവര് രാത്രി സൂട്ട്കേസ് പിടിച്ച് നടക്കുക, പിന്നെ എന്താണ് പഴം മുന്തിരി കഴിക്കുക, 12 മുന്തിരി കഴിക്കുക. അതൊക്കെ ചെയ്താൽ അവർക്ക് ആ കൊല്ലം മുഴുവൻ നല്ലതാണെന്നുള്ളൊരു വിശ്വാസമാണല്ലോ പ്രധാനം. അപ്പൊ അങ്ങനെയുള്ള പല ആചാരങ്ങൾ അവിടെ നിലവിലുണ്ട് എന്നും മനസ്സിലായി. പിന്നെ നമുക്ക് മനസ്സിലായത് അവിടെയുള്ളവരുടെ, എനിക്ക് മനസ്സിലായത് ആതിഥ്യ മര്യാദ അത് അവിടെ വർണ്ണിച്ചിട്ടുണ്ട്. അപ്പൊ അതിഥിയെ എങ്ങനെ സൽക്കരിക്കണം എന്ന് അവര് മനസ്സിലാക്കി തരുന്നുണ്ട്. നമ്മളിന്ന് ഇതൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ അപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടതാണ്. ഒരു കാറില് ഇതിലത്തെ കഥാപാത്രം സൂര്യയും ഗബ്രിയേൽ എന്ന അദ്ദേഹത്തിന്റെ ആതിഥേയനും കൂടി പോകുന്ന സമയത്ത് പ്രേംജി ഇതിൽ കാണിച്ചു തന്നിട്ടുണ്ട്. അധികം 2 പ്രാവശ്യം മാത്രമേ മൊബൈൽ ഫോൺ എടുത്തുള്ളൂ അദ്ദേഹം. കാരണം എന്താ, തൻ്റെ അതിഥിയായി വന്ന ആൾക്ക് സംസാരിക്കാനുള്ള സമയം കൊടുക്കണം. അപ്പോൾ എത്ര തന്നെ ധൃതിയുള്ള ആളായാലും അയാളെ ബഹുമാനിക്കുക, ആദരിക്കുക, അത് ആവശ്യമാണ് എന്നാണ് നമുക്ക് ഇത് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ വീട്ടിലെ അനുഭവം ഉള്ളത് കൊണ്ട് പറയാണ്, ഒരു അതിഥിയായിട്ട് നമ്മൾ ചെന്ന ആതിഥേയെ നമുക്ക് ഭക്ഷണമൊക്കെ വിളമ്പി കഴിഞ്ഞപ്പോഴാണ് ഒരു കോള് വരുന്നത്, ഇപ്പൊ വരാം എന്ന് പറഞ്ഞ് അവർ പോയി. പിന്നെ ഇത് അവസാനിക്കുന്നുണ്ടോ? ഒന്ന് കഴിയുമ്പോഴേക്കും ഒന്ന് ഭക്ഷണമൊക്കെ തുറന്ന് നമ്മളിങ്ങനെ ഇരിക്കുക. അവരെല്ലാം നിങ്ങൾ കഴിച്ചോളൂ കേട്ടോ, ഞാൻ ഇപ്പൊ വരാം, ഒരു കോളും കൂടി ഇങ്ങനെ നമ്മളിങ്ങനെ കാത്തു നിൽക്കുകയാണ്. അത് എത്ര നല്ലൊരു അനുഭവമാവോ ആർക്കെങ്കിലും? ഇതുപോലെ നമ്മൾ ചെയ്യാറില്ലേ? നമ്മുടെ വീട്ടിൽ വല്ലവരും വരുമ്പോൾ നമ്മൾ വളരെ ബിസിയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടും ചിലർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഫോണിൽ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുക. ഈ വന്നവരോട് 2 വാക്ക് വർത്തമാനം പറയാൻ നമുക്ക് സമയമില്ല. അങ്ങനെയൊക്കെ നമ്മൾ വളരെ എന്താ പറയാ, ഒരു അനുകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പെരുമാറ്റങ്ങളിലേക്ക് പോയി അധപതിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാണ്, ഈ മൊബൈലിന്റെ ഉപയോഗം അത് എന്നെ വളരെ സ്പർശിച്ചു എന്ന് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളെയൊക്കെ സ്പർശിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മ വരുള്ളൂ. എങ്ങനെയാണ് നമ്മൾ കണക്കാക്കേണ്ടത്? അത് പ്രേംജിയുടെ ആ ഒരു ഔട്ട്ലുക്ക് ആവാം, അദ്ദേഹത്തിന്റെ ആശയമാണല്ലോ ഇതിലൂടെ കാണുന്നത്. അപ്പൊ അവരെ നമ്മളെ പോലെ തന്നെ കണ്ടുകൊണ്ട് അവർക്ക് സൗഹൃദവും സന്തോഷവും പങ്കിട്ടുകൊണ്ടുള്ള ഒരു വർണ്ണന അവിടെയുണ്ട്. അവരുടെ എത്രയോ ഉയർന്ന, വളരെ വിദ്യാസമ്പന്നരും മാന്ത്രിക ശക്തിയും ഒക്കെ ഉള്ളവരായ ആ ഒരു കുടുംബത്തില് അവരെ എങ്ങനെയാണ് സ്വീകരിച്ചത്, അവരാണെങ്കിലും അദ്ദേഹത്തെ എങ്ങനെയാണ് സഹായിച്ചത്, ഇതൊക്കെ അവിടെ വർണ്ണിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പല എന്താ പറയാ, നല്ല കാര്യങ്ങൾ കൂടി ഈ നോവൽ വായിക്കുന്നതോടുകൂടി നമ്മൾ മനസ്സിലാക്കണം. പറയാതെ പറയുന്നവരാണല്ലോ കവികള്. നമ്മളോട് നേരിട്ടല്ല പറയാ, അവര് ഉപദേശ രൂപത്തിൽ അവരുടെ വാക്കുകളിൽ ഒളിച്ചു വെക്കുകയാണ് ചെയ്യുക. ആ ഒളിച്ചു വെച്ച ഉപദേശങ്ങളെ നമ്മൾ കണ്ടെത്താണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ സമയം കുറെ ആയി, നമ്മളത്തെ വേദിയാണല്ലോ തുടങ്ങിയിരിക്കുന്നത് കൊണ്ട് വളരെ സന്തോഷപൂർവ്വം, അതുപോലെ തന്നെ അഭിമാനപൂർവ്വം ഞാൻ ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നതായിട്ട് അറിയിക്കുകയാണ്. എല്ലാവരും ആ പുസ്തകം വായിക്കുക. ഇനിയും ഇതുപോലുള്ള ഉപയോഗപ്രദമായ അനേകം പുസ്തകങ്ങൾ രചിക്കാൻ പ്രിയ സുഹൃത്തായ അദ്ദേഹത്തിന് സാധിക്കട്ടെ. എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. പുസ്തക പ്രകാശനം ഡോക്ടർ ഇന്ദിര പതക്ക സ്വീകരിക്കുന്നത് നീതു കുമാരൻ.
birding workshops, butterfly expeditions across Coorg, Sikkim, Uttarakhand and Arunachal Pradesh, raptor surveys in Tamil Nadu, Odonata studies in Mangalore and bird counts in Bangalore and Wayanad. He is also an active contributor to citizen science initiatives like the City Nature Challenge and the Asia Nature Challenge. Widely featured in media and praised by leaders such as Dr. Shashi Tharoor, Austin stand out as a prodigious young voice for nature, blending science, storytelling and art with hands-on field work to inspire a greener, more empathetic future. Austin Python. Okay. Firstly, thank you to Prema's uncle and everyone here for like. Yes. Okay. Firstly, thank you for everyone for supporting me, for following my dreams and following my passion. And firstly, I'd like to talk about reading. Most of us here are readers. We love reading books. I love reading books myself. Reading is really a magical experience. The writer has the power to take us sitting in the middle of Bangalore, holding a tiny reading tiny birds, into our whatever we want. We could be exploring tropical rainforests, reading about characters we've never met, empathizing with people that don't exist. Writers can make us feel emotions so deep that it almost feels like a reality. And when we exit a book, we exited with a slightly different mindset before. Because books have the power to change our minds and actually make a change in this world. Be that for the better or for the worse. A good book will not leave you forgetting it easily. Not all books will be an easy read, and the best books will always have tough emotions and pure happiness. But a good book will stick with you forever. A good book will leave you as a changed person. And the writer has the power to make a reader see a different world than he normally would. To make you think things that you probably wouldn't. To expose you to things that happen in the world that you don't know about. To make you see what you wouldn't see normally. Writing is truly a magical experience, and all writers want the reader to leave their book a different person. So, the Prema's uncle's book right now, it's an awesome book. I wish him all the luck in all his future writings, and I can't wait for his next book. And thank you for having me here and supporting me to follow my dreams of making a change on this earth for the better. Thank you. Guru Devo Maheshwaram, Guru Sakshat Parabrahma, Sarveshri Guruve Namaha. വേദിക്കുന്ന എല്ലാ വിശിഷ്ടാതിഥികൾക്കും എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഇന്ന് പ്രേംജിയുടെ ഈ നല്ലൊരു നോവല് ഇവിടെ പ്രകാശനം ചെയ്യാൻ വന്നിരിക്കുന്ന എന്നെ കൂടി ക്ഷണിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. കൂടാതെ നമ്മുടെ യുവ പ്രതിഭയായ ഓസ്റ്റിൻ അജിത്തിന് വേണ്ടി ഞാൻ എല്ലാവിധ ആശംസകളും നേരുന്നു. അതുപോലെ തന്നെ ഇന്നലെ പത്രത്തിൽ വായിച്ചതാണ്, അവസാനത്തെ ഇല എന്ന കവിതാ സമാഹാരത്തിന് നമ്മുടെ രമാ പിഷാരടി മേഡത്തിന് ഒരു പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. എല്ലാവിധ ഭാവങ്ങളും
ഇന്നലെ മേഡം കൂടെ പറഞ്ഞ പോലെ തന്നെ ജൂൺ 19 ഒരു വായനാ ദിനമായിരുന്നു. ഒരാഴ്ചക്കാലം വായന വാരമായിട്ട് ആഘോഷിക്കുന്നുണ്ട്. നമ്മുടെ എല്ലാവരും ഇനി ഇതേപോലെ തന്നെ വായനാശീലം വളർത്തണം. നമ്മുടെ മക്കൾക്കും വായനാശീലം ഉണ്ടാവണം. അതിന് ഓരോ മാതാപിതാക്കന്മാരും അതിൽ ഉൾക്കൊണ്ട് നമ്മുടെ പാത പിന്തുടരാൻ വേണ്ടി ശ്രമിക്കണം. എല്ലാ മക്കളെയും വായനാശീലം വളർത്തിയെടുക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കുന്ന കവിത നമ്മുടെ എല്ലാവരും മാറ്റങ്ങള് ചെറുതായിട്ടെങ്കിലും ഓരോ മാറ്റങ്ങള് വേണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും. അങ്ങനെയുള്ള മാറ്റങ്ങൾ വീടുകളിൽ നിന്നാണെങ്കിലും സദസ്സുകളിൽ നിന്നാണെങ്കിലും രാഷ്ട്രീയക്കാരിൽ നിന്നാണെങ്കിലും ഒക്കെ പ്രതീക്ഷകൾ ഉണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയത്തിന്റെ ഒരു തമാശ രൂപത്തിലുള്ള ഒരു കവിതയാണ് ഞാനിവിടെ ആലപിക്കുന്നത്. പേര് രാഷ്ട്രീയത്തിലെ കളികൾ. രാഷ്ട്രീയം ഇതു രാഷ്ട്രീയം, മന്ത്രി കസേരയുടെ രാഷ്ട്രീയം, പാതി വഴിയിൽ മടങ്ങുമ്പോഴുള്ള സിദ്ധ സർക്കാരിന്റെ രാഷ്ട്രീയം, ഇണങ്ങിയും പിണങ്ങിയും മനസ്സു തുറക്കാത്ത, ഇണങ്ങിയും പിണങ്ങിയും മനസ്സു തുറക്കാത്ത റെക്കോർഡ് ഉടമയ മുഖ്യമന്ത്രി, മന്ത്രി കസേരയിൽ റെക്കോർഡ് ഇട്ടൊരു രാഷ്ട്രീയത്തിൻ നേതാവേ. ആദ്യം എത്തി ജനതാ പാർട്ടിയിൽ, ആദ്യം എത്തി ജനതാ പാർട്ടിയിൽ, പിന്നെ വന്നു ജനതാദളിലും, അങ്ങനെ അങ്ങനെ ജനതാദളിലെ എസ്സിലും എത്തി നിൽക്കുമ്പോൾ ചുവടുവെച്ചു കയറി വന്നു കോൺഗ്രസിന്റെ പദവിയിൽ, ജയിച്ചു കാണിച്ചു ജനപ്രീതി നേടി, കൂടെ വന്നോടിക്കേയും, അയ്യോ കൂടെ വന്നോടിക്കേയും. അയ്യയ്യോ ഇതു രാഷ്ട്രീയ കളി, അയ്യയ്യോ ഇതു രാഷ്ട്രീയ കളി, തീപാറുന്നൊരു കളിയാണേ. അയ്യയ്യോ ഇതു രാഷ്ട്രീയ കളി, തീപാറുന്നൊരു കളിയാണേ. ന്യായം പറഞ്ഞാലും ദേശം കാത്താലും രാഷ്ട്രീയം തന്നെ മുൻനിരയിൽ, നാട്ടുകാരിലും വീട്ടുകാരിലും അരങ്ങത്തും എല്ലാം രാഷ്ട്രീയം. കള്ളനും പിന്നെ കൊലപാതകിയും, കള്ളനും പിന്നെ കൊലപാതകിയും രാഷ്ട്രീയത്തിൽ കളിയാണേ. രക്ഷപ്പെടുവാനുള്ളൊരു മാർഗം നേതാക്കന്മാർക്കുണ്ടല്ലോ, നേതാക്കന്മാർക്കുണ്ടല്ലോ. രാഷ്ട്രീയത്തിൽ കയറി കൊഞ്ഞനും പൊത്തുന്ന നേതാക്കന്മാരെ നിങ്ങളോർക്ക്, രാഷ്ട്രീയമെന്നതോ രാഷ്ട്രത്തിനായുള്ള സേവനമെന്നതോ ഓർമ്മ വേണം. രാഷ്ട്രീയത്തിൽ കയറി കൊഞ്ഞനും പൊത്തുന്ന നേതാക്കന്മാരെ നിങ്ങളോർക്ക്, രാഷ്ട്രീയമെന്നതോ രാഷ്ട്രത്തിനായുള്ള സേവനമെന്നതോ ഓർമ്മ വേണം. രാഷ്ട്രീയമെന്നതോ കീശ നിറയ്ക്കുന്ന, രാഷ്ട്രീയമെന്നതോ കീശ നിറയ്ക്കുന്ന കോവഴിയല്ലൻ സർക്കാരെ. പടവെട്ടിച്ചാകുവാൻ പോർക്കളമല്ലെന്നും, പടവെട്ടിച്ചാകുവാൻ പോർക്കളമല്ലെന്നും, ഗുസ്തി പീഡിക്കുവാൻ ബോധയുമല്ലെന്നും ഓർത്തുകൊള്ളുകൻ സർക്കാരെ. സിദ്ധ സർക്കാരിന്റെ കാലടിപ്പാടുകൾ, സിദ്ധ സർക്കാരിന്റെ കാലടിപ്പാടുകൾ പിന്തുടരുന്നൊരു DKC. അറിവിന്റെ പുസ്തകം ചുമക്കും കരങ്ങളിൽ, അറിവിന്റെ പുസ്തകം ചുമക്കും കരങ്ങളിൽ, വാക്കും വാളും ഒന്നല്ല, അറിവെന്ന ആയുധം ഒന്നായി ഏന്തോവാൻ വന്നവർക്കിടയിലെ രാഷ്ട്രീയം. അറിവിന്റെ പുസ്തകം ചുമക്കും കരങ്ങളിൽ, വാക്കും വാളും ഒന്നല്ല, അറിവെന്ന ആയുധം ഒന്നായി ഏന്തോവാൻ വന്നവർക്കിടയിലെ രാഷ്ട്രീയം. രാഷ്ട്രീയം വേണം, സ്വാതന്ത്ര്യം വേണം, രാഷ്ട്രീയം വേണം, സ്വാതന്ത്ര്യം വേണം, നല്ലതിനായി മാത്രം കൈകോർക്കുവിൻ.
നല്ലതിനായി മാത്രം കൈകോർക്കുവിൻ, നല്ലതിനായി മാത്രം കൈകോർക്കുവിൻ. നുകരാൻ പൂമ്പാറ്റയായെങ്കിൽ പൂവിന്റെ സ്വപ്നങ്ങളെ ഇതൾ വിടർത്തി കാതിൽ കിന്നാരം ചൊല്ലി. പൂവിന്റെ സ്വപ്നങ്ങളെ ഇതൾ വിടർത്തി കാതിൽ കിന്നാരം ചൊല്ലി. സൂചിമുഖി പക്ഷികൾക്കൊപ്പം പാട്ടുപാടി നടന്നെങ്കിൽ. പൂവിന്റെ സ്വപ്നങ്ങളെ ഇതൾ വിടർത്തി കാതിൽ കിന്നാരം ചൊല്ലി. സൂചിമുഖി പക്ഷികൾക്കൊപ്പം പാട്ടുപാടി നടന്നെങ്കിൽ. അസ്തമിക്കാൻ പോകുന്ന നിലാവിനെ കെട്ടിപ്പിടിച്ച് കണ്ണീര് തുടച്ചു മാറ്റാനായെങ്കിൽ. അസ്തമിക്കാൻ പോകുന്ന നിലാവിനെ കെട്ടിപ്പിടിച്ച് കണ്ണീര് തുടച്ചു മാറ്റാനായെങ്കിൽ. കാറ്റിന് ഒരു ഉമ്മ കൊടുക്കാനായെങ്കിൽ. കാറ്റിന് ഒരു ഉമ്മ കൊടുക്കാനായെങ്കിൽ. മഴയായി പെയ്യാനായെങ്കിൽ. കാറ്റിനൊരു ഉമ്മ കൊടുക്കാനായെങ്കിൽ. മഴയായി പെയ്യാനായെങ്കിൽ. ജീവിതം പിന്നെയും പിന്നെയും നുകരാൻ പൂമ്പാറ്റയായെങ്കിൽ. ജീവിതം പിന്നെയും പിന്നെയും നുകരാൻ പൂമ്പാറ്റയായെങ്കിൽ. പൂമ്പാറ്റയായെങ്കിൽ. ബഹുമാനപ്പെട്ട വേദി സദസ്സിനെല്ലാവരും രാഷ്ട്രീയക്കാരനെന്നാണ് ഇവിടെ ഒരു കാര്യമൊന്നും ചോദിക്കാം, മനസ്സിലുണ്ടാവാം അല്ലേ? അതൊരു രാഷ്ട്രീയക്കാരെ പറ്റിയിട്ട് കവിതയും ഞാൻ കുറ്റവും പറഞ്ഞില്ല. അദ്ദേഹം അതിനിടയ്ക്ക് ഒരു പാർട്ടി ഉണ്ടാക്കിയിരുന്നതെന്നും കൂടി ഞാൻ ഓർമ്മിക്കുകയാണ്. JDS ഇടയിൽ വലിയൊരു പാർട്ടി കൊണ്ട് ഉണ്ടാക്കിയിരുന്നു. അതിനുശേഷമാണ് കോൺഗ്രസിലേക്ക് വന്നത്. അഗീത മൂവ്മെന്റ് ഉണ്ടായിരുന്നു. ഇതിപ്പോ അത് പറഞ്ഞുള്ള കാര്യം മാത്രം ഞാൻ പറയാം. ആദ്യമായിട്ട് നമ്മുടെ ക്രൈംരാജിന് എല്ലാവിധ ബാബുകൾ നേരെയാണ്. അദ്ദേഹത്തിന്റെ 6ാമത്തെ ബുക്കാണെന്ന് തോന്നുന്നില്ലേ? 11ാമത്തെ ബുക്ക്, 16. ഓക്കെ, 6. ഓക്കെ. അപ്പം അദ്ദേഹത്തിന് വീണ്ടും ബുക്ക് എഴുതിയ 100ആവട്ടെ 1000 ബുക്കുകൾ എഴുതാനുള്ള സൗഭാഗ്യവും മനസ്സും കഴിവും സാമ്പത്തികവും അദ്ദേഹത്തിന് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ. ബുക്കാരും വാങ്ങിക്കാൻ പോകുന്നില്ല. ആരാ വാങ്ങിക്കുന്നത്? പലരും വാങ്ങിക്കില്ല. പലരും ബുക്ക് വാങ്ങിക്കാറില്ല. വാങ്ങിച്ചവർ വായിക്കാറില്ല. വായിച്ച വായിക്കുന്നു എന്നുള്ള വായിക്കുന്നില്ല, വായിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് സംഭവം എന്നൊക്കെ പറഞ്ഞു. ഞാനൊരു പുസ്തകം എഴുതിയിരുന്നു. 1000 ബുക്ക് ഒരു മാസം കൊണ്ട് തീർന്നുപോയി. ഞാൻ സെക്കൻഡ് എഡിഷൻ ചെയ്തു. അതൊരു 3 മാസം കൊണ്ട് അത് ബുക്ക് കംപ്ലീറ്റ് തീർന്നു. ഞാൻ വിചാരിച്ച ബുക്ക് എല്ലാവരും വായിക്കുകയാണ്. അപ്പോ സംഭവം എന്താന്ന് പറഞ്ഞാൽ അതായത് കണ്ണൂരിലെ കൊലപാതകങ്ങളെ പറ്റിയിട്ടാണ് എൻ്റെ കഥ. ഒരു 1000 ബുക്ക് തീർന്നത് ഈ കണ്ണൂരിലുള്ള CPM-ഉം RSS ഇതിലെന്തായിട്ടാന്ന് അറിയാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചു. ഇത് പുറത്തു പോകാതിരിക്കാൻ വേണ്ടി വാങ്ങിച്ചു. ഇതാണ് സത്യം. 2ാമത്തെ എഡിഷൻ 1000 ബുക്ക് തീർന്നതും ഇതിനി പുറത്തു പോകരുതെന്ന് കരുതിയിട്ട് എന്നെ ഗ്രാബ് ചെയ്തു. ഒരു പത്രം എന്നുള്ള സിനിമയിലായിരുന്നു. അന്നത്തെ പത്രങ്ങൾ മുഴുവൻ വാങ്ങിച്ചില്ല, അതേപോലെ വായിച്ചു. ഞാൻ ഇതിന് 3rd എഡിഷന് പോകുന്നതുകൊണ്ട് ഞാനൊരു ചിന്ത ചെയ്തു, ആരൊക്കെ വാങ്ങിച്ചവരെല്ലാം എനിക്കറിയും. എല്ലാ ബന്ധവും അവരാരും വായിച്ചിട്ടില്ല. അതോടെ ഞാൻ നിർത്തി. 3rd എഡിഷൻ നിർത്തി. ഇനി വേണ്ട. പിന്നീട് അതിപ്പം ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഓരോ ആഴ്ചയും എല്ലാ സൺഡേയും പ്രസിദ്ധീകരിച്ചു. അപ്പോൾ ആൾക്കാർ കൂടി 600 പേര് വായിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ നല്ലതല്ലേ. അപ്പോൾ ഞാൻ ചിലരുടെ ആവശ്യപ്രകാരം ബുധനും ശനിയായി ആഴ്ചയിൽ 2 ദിവസം വായന പറഞ്ഞ് 200 പേരിലേക്ക് വന്നു. ഇതാണ് സത്യം. അതാണ് പക്ഷെ എഴുതുക എന്ന് പറഞ്ഞത് നമ്മുടെ അസിസ്റ്റന്റ് പറഞ്ഞ മാതിരി ഇറ്റ്സ് എ ഡ്രമാറ്റിക്കൽ മൂമെന്റ്. 7 വർഷത്തോളം എടുത്തു ഞാൻ കംപ്ലീറ്റ് ചെയ്യാം. ആ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഫീലിംഗ് എല്ലാ എഴുത്തുകാരും ഇവിടെ ഉണ്ട്. അതെവിടെ കിട്ടില്ല. ഒരു ഏറ്റവും കൂടുതൽ
സന്തോഷിക്കുന്ന അവസ്ഥ തെറ്റിദ്ധരിക്കണ്ട, സെക്സ് എന്ന് പറയുന്നു. പക്ഷെ അതിലും കൂടുതൽ സന്തോഷമാണ് സെക്സ് കഴിഞ്ഞിട്ടുള്ള ഉറക്കം എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് യോഗാസനക്കാർ പറയുന്നത് ഇതൊന്നുമല്ല, യോഗാസനത്തിലിരിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നത്. ഞാൻ പറയുന്നത് അതല്ല, ആ എഴുത്തുകൾ എഴുതി കഴിഞ്ഞ് അത് DDP ആയി അത് തിരിച്ച് നമ്മളത് വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുന്ദരമായ അവസ്ഥ. അടുത്ത ബുക്കും നമ്മൾ പ്രസാദം ചെയ്യുമ്പോൾ കൂടി ഉണ്ടാവും. അദ്ദേഹത്തിന് എല്ലാവിധ അഭാവം നേടുന്നു. പിന്നെ എൻ്റെ അനുജൻ ക്രിസ്ത്യനെ വീണ്ടും ഇവിടെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. അവരെയും അവനൊന്നും വിളിക്കാൻ പാടില്ല അല്ലേ, മകന്റെയും പറയാം. പിന്നെ രമാകൃഷ്ണനും അതുപോലെ പുതിയ അവാർഡുകൾ വാങ്ങിച്ചിട്ട് ഇവിടെ വന്ന എല്ലാവരും വായനാശീലമുള്ളവരാണ് എന്ന് വിശ്വസിക്കുന്നു. ഒരു പുസ്തകം വാങ്ങിക്കണമെന്ന് പ്രത്യേകിച്ച് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മളൊരു അഭിപ്രായം പറയണം. അങ്ങനെയുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് എഴുത്തുകാർക്ക് അല്ലെങ്കിൽ ഈ മേഖലയിൽ നിൽക്കുന്നവരുടെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് മൊമെന്റ്. അവര് വർഷങ്ങളെടുത്ത് ഒരു കാര്യത്തെ പറ്റി പഠിച്ച് ആണ് ഈ ഒരു എന്താ പറയുന്നത് ഒരു ഫൈനൽ പ്രോഡക്റ്റ് അവർക്ക് കിട്ടുന്നത്. മന്ത്രിക്കുന്ന യന്ത്രങ്ങൾ എന്ന പ്രേംരാജിന്റെ 4ാമത്തെ നോവലാണ്. ഇതിന് മുമ്പുള്ള നോവലുകളെല്ലാം വ്യത്യസ്തമായിട്ടുള്ള കാര്യം. ആദ്യമായി തന്നെ നമ്മുടെ നാടിനെ പറ്റിയുള്ള ഒരു നോവൽ എഴുതിയാണ് ആള് നോവലിലേക്ക് കാലെടുത്ത് വെച്ചത്. അതിനുശേഷം തികച്ചും വ്യത്യസ്തമായിട്ടുള്ള പാട്ടിന്റെ ബോംബെ പശ്ചാത്തലത്തില് ഷെഹ്നായി മുഴങ്ങുമ്പോൾ എന്ന ബുക്ക്. അത് കഴിഞ്ഞു വന്നിട്ട് എനിക്കും പരിചയമല്ലാത്ത അതിനു മുമ്പുള്ള പാരൽ കോളേജിന്റെ ആ ഒരു തീം എടുത്തിട്ട് ഏറ്റവും അത് കഴിഞ്ഞിട്ടുള്ള ഉൽക്ക എന്ന ബുക്കിൽ കുട്ടികൾക്ക് വേണ്ടി എഴുതിയ ഒരു ഇൻവെസ്റ്റിഗേഷൻ ബുക്കാണ്. സോ ചെറുകഥയിലും നോവലിലും ഡിഫറെന്റ് വേർഷൻസ് ഓഫ് ഫിക്ഷനിൽ വിരസതയില്ലാതെ ഒരു വായനക്കാരനെ വളരെ സിമ്പിളായിട്ട് ആളിനെ എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ള ഒരു മാന്ത്രിക എന്താ പറയുന്നത് ഗിഫ്റ്റ് കൊണ്ട് നമ്മുടെ പ്രേംരാജിന്. ആദ്യം പ്രേംരാജ് ഈ ബുക്കിന്റെ കാര്യം പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞൊരു മിസ്റ്റിക്കൽ ഫിക്ഷനിലാണ് കൈയെടുത്ത് വെക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യം ചോദിച്ചു, നമ്മുടെ മണിച്ചിത്രത്താഴ് സ്റ്റൈലാണോ? എനിക്കറിയാവുന്ന ആകെ മണിച്ചിത്രത്താഴും അനന്തഭദ്രവും 2 മൂവിയുള്ളൂ. അത് രണ്ടും കഴിച്ച് ഞാൻ ചോദിച്ചു ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അപ്പൊ പറഞ്ഞു അതല്ല, കുറച്ച് ത്രെഡ്സ് തന്നു, ഇതേപറ്റി ഒന്ന് ശരിക്കും പഠിച്ചു നോക്കുക, ഞാൻ 1 വർഷമായിട്ട് ഈ ബുക്കിന്റെ പുറകെയാണ് എന്ന് പറഞ്ഞു. ആദ്യം പറഞ്ഞ കാര്യങ്ങളൊന്നും എനിക്ക് യാതൊരു വിധமான പിടുത്തവുമില്ല. മാന്ത്രികം മന്ത്രം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിൽ വരുന്നത് ബ്ലാക്ക് മാജിക് ആണ്, നമ്മൾ സ്ഥിരമായിട്ട് പത്രത്തിൽ കാണുന്നത്. ഞാൻ വിചാരിച്ചു ഓക്കെ നമ്മൾ പത്രം വായിക്കുന്നൊക്കെ ഒരു കഥയായിരിക്കും ആൾ കൊണ്ടുവരുന്നതെന്ന്. പിന്നീട് ഫസ്റ്റ് ഡ്രാഫ്റ്റായിട്ട് കിട്ടി. ഈ നോവൽ സ്റ്റാർട്ട് ചെയ്യുന്നത് മെക്സിക്കോയിൽ നിന്നാണ്. പ്രേംരാജിന്റെ നേരത്തെ ഉള്ള ചെറുകഥാ സമാഹാരങ്ങൾ വായിച്ചിട്ടുള്ളവർക്കറിയാം ഇതൊരു ചെറുകഥയായിരുന്നു. ഫസ്റ്റ് പാർട്ട് ഒരു ചെറുകഥയിൽ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത്. അത് ഞാൻ ആദ്യം തന്നെ ചോദിച്ചു പ്രേംരാജ് എവിടെയോ പരിചയമുണ്ട് ഈ കഥാപാത്രങ്ങളെയൊക്കെ. അപ്പൊ പറഞ്ഞു ഇന്ന കഥയിൽ നിന്നാണ് ഇതൊരു നോവലായിട്ട് വരുന്നത്. സോ ഈ കഥ നമ്മൾ എടുക്കുമ്പോൾ 3 സ്റ്റേജസ് ആണ്. 2 ഡിഫറെന്റ് കൾച്ചേഴ്സിനെ 2ആയിട്ട് കാണുന്നുണ്ടെങ്കിലും ത്രെഡ് സെയിം ആണ്. ഇതാണ് ബേസിക് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ കഥയിൽ. പിന്നീട് നമ്മൾക്ക് എല്ലാം അതീതമായ ഒരു ശക്തി ഭൂമിയിലുണ്ട്. സയൻസ് പറയുന്നു അത് സയന്റിഫിക് ആണെന്ന്, വിശ്വാസം പറയുന്നു അല്ല അത് ഗോഡാണെന്ന്. സോ ഈ മായൻ കൾച്ചർ ആണെങ്കിലും സൂര്യ മുസ്ലിമിന്റെ കൾച്ചർ ആണെന്നുണ്ടെങ്കിലും പറയുന്ന ഒരു കാര്യമാണ്, എല്ലാത്തിന്റെയും മെയിൻ ശക്തി അതായത് ട്രിനിറ്റി ഇറ്റ്സ് സെയിം ഫോർ ബോത്ത് ദ കൾച്ചേഴ്സ്. ആ തീമിലാണ് ഇത് ഫുൾ ഈ നോവൽ കംപ്ലീറ്റ് പോകുന്നത്. സ്റ്റാർട്ടിങ് മെക്സിക്കോ. ആദ്യത്തെ പേജിൽ തന്നെ മെക്സിക്കോയിലെ ഫുഡ്സ്
ഫുഡ് ഇഷ്ടമായിട്ടുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും താല്പര്യം വരും. ആദ്യത്തെ പേജ് തന്നെ ആള് കയ്യിലെടുത്തിട്ടുണ്ട്, ഏതൊക്കെ ഫുഡാണ്, അതെങ്ങനെയാണ് കഴിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഞാൻ ഓടിപ്പോയിട്ട് ഗൂഗിളിൽ നോക്കി ഇതൊക്കെ എങ്ങനെയുള്ള സംഭവമാണെന്ന്. അത് വളരെ വിശദമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. പിന്നീട് ഒരു നോവല് ചിലത് നമ്മൾ വായിക്കും. ഇപ്പം ടീച്ചർ സുധ ടീച്ചർ പറഞ്ഞ പോലെ AI റീൽസിന്റെ കാലമാണ്. കുട്ടികളുടെ പേഷ്യൻസ് ഒക്കെ കുറഞ്ഞിരിക്കുകയാണ്. കൂടിപ്പോയാൽ 2 മിനിറ്റ് അവരൊരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. എൻ്റെ മകൻ കൊണ്ട് അവരെ മുമ്പിലിരുത്തിയാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് നോവൽ വായിക്കാൻ വേണ്ടി ആരും താല്പര്യം കാണിക്കാറില്ല. ഒന്നിനും സ്കിപ്പ് റീഡ് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറുകഥ. ഓക്കെ, ഞങ്ങൾക്കറിയാം അതിന്റെ നെക്സ്റ്റ് വഴി എന്താണെന്നുള്ളത്. പക്ഷെ ഇവിടെ പ്രേംരാജ് ഒരു ട്രാവൽ ലോഗായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. മെക്സിക്കോയിൽ ആദ്യം സൂര്യയും ഗബ്രിയേലും തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്, അവരെങ്ങനെ കണ്ടുമുട്ടി എന്ന് പറഞ്ഞിട്ട് മെക്സിക്കോയുടെ ഓരോ തെരുവിൽ കൂടി നമ്മൾ ഓരോരുത്തരെയും കൊണ്ടുപോകുന്നുണ്ട്. അവിടെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഈവൻ നമ്മൾ നാളെ മെക്സിക്കോയിൽ പോവുകയാണെങ്കിൽ ഇന്നടുത്ത് പോയി ഇന്ന കാര്യങ്ങൾ കാണണം എന്ന ഒരു ത്രെഡ്, ഞാൻ പേര് പറയുന്നില്ല, പേര് പറഞ്ഞാൽ വായിക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ ഒരു ത്രില്ല് നഷ്ടപ്പെടും. അതുകൊണ്ട് ആ ഒരു കറക്റ്റ് ട്രാവൽ ലോഗാണ്. ചില എഴുത്തുകാർക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്. നമ്മളിപ്പോൾ ബിൽ ബ്രൈസന്റെ ഒക്കെ ബുക്ക് വായിക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ടൈം നമ്മൾ അവിടെ പോകുമ്പോൾ ആ സെയിം ഫീല് കിട്ടും നമുക്ക്. നമ്മൾ പെട്ടെന്ന് നോക്കും, ഇങ്ങനെ ഒരു കാര്യത്തെ പറ്റി അല്ലേ അന്ന് പറഞ്ഞത്. അതേപോലെ തന്നെയാണ് നമ്മുടെ റസ്കിൻ ബോണ്ട് എഴുതും. അദ്ദേഹത്തിന്റെ ഓരോ കഥയും പിടിച്ചിരുത്താൻ വേണ്ടി നമ്മളോട് നേച്ചറിനെ പറ്റി, പ്രകൃതി സൗന്ദര്യത്തെ പറ്റിയും അവിടെ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞുള്ള ഒരു എഴുത്ത്. ആ രീതി പോലെ തന്നെ മെക്സിക്കോയിൽ കംപ്ലീറ്റ്ലി നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ ആംലറ്റ്സ്, ഏലസുകളുടെ ഉത്ഭവം എങ്ങനെയാണ് അത് ഞാൻ ജസ്റ്റ് എടുത്ത് നോക്കിയപ്പോൾ നോവലിന്റെ പേര് ഓർക്കുന്നില്ല. ഇതേപോലെ തന്നെ വേറെ ഒരു നോവലിലും നമുക്ക് ഈ ഹിസ്റ്ററി പറഞ്ഞു തരുന്നുണ്ട്. അദ്ദേഹം കുറച്ച് വൈഡനായിട്ട് പറഞ്ഞെങ്കിലും ഇദ്ദേഹം ആ ഒരു ഏലസിന്റെ എങ്ങനെ നമ്മുടെ നാട്ടിൽ വന്നു, അതിന്റെ പവർ എങ്ങനെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എർത്തിന് ഒരു എനർജി ഉണ്ട്. സംടൈംസ് അതൊരു പോസിറ്റീവായിട്ടും സംടൈംസ് അതൊരു നെഗറ്റീവായിട്ടും വരും. അത് തന്നെയാണ് ഈ ഷാമനിസം അല്ലെന്നുണ്ടെങ്കിൽ മൂസത് ചെയ്യുന്ന മാന്ത്രിക വിദ്യകൾ എന്ന് പറയുന്നത്. നല്ല സമയത്ത്, ദാറ്റ് ഇസ് എർത്തിന്റെ ഒരു പോസിറ്റീവ് കാര്യത്തിൽ വരുമ്പോൾ അതെല്ലാം നമുക്ക് പോസിറ്റീവായിട്ട് തന്നെ, ഈവൻ ആൾക്കാർ ചെയ്യുന്നത് നെഗറ്റീവ് ആണെങ്കിൽ പോലും അത് പോസിറ്റീവായിട്ട് വരും. പക്ഷെ നമുക്ക് എപ്പോഴെങ്കിലും ഒരു വല്ലാത്ത കാലം ഉണ്ടെങ്കിൽ അത് ദാറ്റ് കംസ് ആസ് എ നെഗറ്റീവ് തിങ്. അത് ഇത്രയും വലിയ ഒരു മാന്ത്രിക ആചാര്യനായ മൂസദിന് പോലും അങ്ങനെ ഒരു കഷ്ടകാലം വരുന്നുണ്ട്. പിന്നീട് ഈ ഒരു ചെറിയ ഏലസിന് വേണ്ടി അതിന്റെ ബെനിഫിറ്റ് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഇപ്പൊ നടക്കുന്നത് പോലെ തന്നെ നമുക്കൊരു ചെറിയ കാര്യമുണ്ട്, അത് ബാക്കിയുള്ളവർക്ക് നമ്മളെക്കാട്ടി ബെനിഫിറ്റ് ആവുമെന്ന് പറഞ്ഞാൽ അവർ എന്താണെന്നുണ്ടെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് അത് എങ്ങനെ അവരുടെ കയ്യിൽ കിട്ടും എന്ന് ഉള്ള പലവിധമായ വഴികളും ആലോചിക്കും. നമ്മൾ പത്രത്തിലൊക്കെ കാണുന്നതാണ്. സെയിം അറ്റംപ്റ്റ് തന്നെയാണ് മൂസദിനും സൂര്യയ്ക്കും ഏലസ് നഷ്ടമാകുമ്പോൾ സംഭവിക്കുന്നത്. പിന്നീട് ആ കഥയിൽ ഒരു സെക്കൻഡ് സ്റ്റേജ് വരുമ്പോഴേക്കും നമ്മൾ നോർത്ത് ഇന്ത്യൻ സൈഡിൽ, അതായത് നമ്മുടെ ഭാരതത്തിന്റെ പുണ്യ സ്ഥലങ്ങളിൽ കൂടെ ഉള്ളൊരു യാത്രയാണ്. കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ TV കണ്ടതുപോലെ ഗംഗാ ആരതി, അതിന്റെ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ വാരണാസി, നമ്മുടെ ആ ഒരു കൾച്ചർ എങ്ങനെയുണ്ട്, അവിടെ നമുക്ക് കിട്ടുന്ന ആ ഒരു പീസ് ഓഫ് മൈൻഡ്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു പോസിറ്റിവിറ്റി. ഇതിലൊരു ഭാഗത്ത് മൂസദിന് വയ്യാതെ വരുന്നുണ്ട്, അത് ഷുഗർ ലെവൽ കണ്ടന്റ് കുറഞ്ഞതാണ്. പക്ഷെ എന്നുണ്ടെങ്കിൽ അടുത്ത ഒരു നെക്സ്റ്റ് ഫ്യൂച്ചർ കഥയിലേക്കുള്ള ഒരു പോസിറ്റീവ് മാർഗമായിട്ടാണ് അവിടെ ഒരു ഋഷി വരുന്നതും പ്രസാദം കൊടുക്കുന്നതും. സോ എന്താ പറയാ, എല്ലാത്തിനെയും നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ അയ്യോ ഇങ്ങനെ വന്നല്ലോ, സോ അതൊരു നെഗറ്റീവ് തിങ് ആണ്, എൻ്റെ എൽസ് പോയത് കൊണ്ടാണ്. ബട്ട് എത്ര സാഡ്നെസ് വരുമ്പോഴും ഒരു പോസിറ്റീവ് തിങ്കിങ് കൊണ്ടുവരണമെന്ന് ഈ കഥയിൽ വളരെ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഗബ്രിയേൽ എന്നൊരു കഥാപാത്രം ഉണ്ട് ഇതിനകത്ത്. ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാരെ, സത്യനങ്ങൾ പോയതുകൊണ്ട് കുഴപ്പമില്ല, എങ്ങനെയൊക്കെ അവര് ഇവിടെ ഒരു കഥാപാത്രമാണെങ്കിലും
നമുക്ക് ചുറ്റുമുള്ള ആളുകൾ എന്തൊക്കെ രീതിയിലാണ് ഒരു രാഷ്ട്രീയ ഉന്നമനത്തിന് വേണ്ടി ചെയ്യുന്നത് എന്നുള്ളത് ഗബ്രിയേൽ എന്ന കഥാപാത്രത്തെ വായിക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടും അതെല്ലാം കിട്ടും. സോ ഒരു മിസ്റ്റിക്കൽ ത്രില്ലറിൽ നിന്ന് ആള് ഡീവിയേറ്റ് ചെയ്യാതെ കഥാപാത്രങ്ങളെ എല്ലാം ഒരേ മെഷർമെന്റില് മീൻസ് എവിടെ ഹെഡ് കഥാപാത്രം വരണം എന്നാൽ അതിൽ നിന്ന് ഒട്ടും കുറയാതെ തന്നെ ഒരു സൈഡ് ക്യാരക്ടേഴ്സ് അതിന്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് തന്നെയാണ് ഈ ഗബ്രിയേൽ. ആളൊരു വില്ലനാണ്, ബട്ട് ആളുടെ ആ ഒരു ഇമ്പോർട്ടൻസ് അതിനെ നമ്മുടെ എന്താ പറയാ ഇന്നത്തെ ഒരു കാലഘട്ടവുമായിട്ട് നല്ല ക്ലിയർലി പിക്ചറൈസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ട്രാൻസ്ജെൻഡേഴ്സ്. കഴിവതും നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരെ മാറ്റി നിർത്തുകയാണ് നമ്മുടെ സമൂഹത്തിൽ ചെയ്യുന്നത്. പക്ഷെങ്കിൽ അത് അവരുടെ ഒരു കുഴപ്പമല്ല, നമ്മളെക്കാട്ടിലും അറിവും വിവരവും ഉള്ളവരായിരിക്കും അവർ. പിന്നെ നമ്മുടെ സമൂഹത്തിലുള്ള നമ്മളുടെ കൂട്ട് തന്നെ ചിലര് എന്തെങ്കിലും നമ്മളോട് പ്രശ്നം കാണിച്ചെന്നിരിക്കും, എന്നാലും നമ്മളെ കൂട്ടൊരു മനസ്സിലുള്ള ഒരു വിശ്വാസമായിരിക്കും എനിക്കുള്ളത്. മറ്റു പലർക്കും പല രീതിയിലായിരിക്കും, ബട്ട് നമുക്ക് എല്ലാം ഒരു ട്രസ്റ്റ് ഉണ്ട്. അതുപോലെ ഒരു പോസിറ്റീവ് ട്രസ്റ്റ് എപ്പോഴും, അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ മാത്രമേ ഭൂമിയിൽ നിലനിൽക്കൂ. എത്ര വലിയ ചീത്ത കാര്യങ്ങൾ അതിന്റെ മുകളിൽ വന്നാലും നല്ല കാര്യങ്ങൾ മാത്രമേ നിലനിൽക്കൂ എന്നുള്ള ഒരു കാര്യം മുസ്ലിന്റെ ആ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ക്യാരക്ടർ വൈസ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പിന്നീട് ഇങ്ങനെ നമ്മുടെ ബുക്കിനോട് ഇങ്ങനെ വരുമ്പോൾ ഇതൊരു മിസ്റ്റിക്കൽ ത്രില്ലർ അല്ലെങ്കിൽ ഒരു ട്രാവൽ ഫിക്ഷൻ, ഈ കാര്യങ്ങളിലെല്ലാം നമുക്ക് എന്താ പറയാ, അല്ലെങ്കിൽ നമ്മൾ ഹിസ്റ്ററി പഠിക്കുമ്പോൾ വളരെ കുറച്ച് മാത്രമേ പഠിക്കുന്നുള്ളൂ. നമ്മുടെ കൾച്ചേഴ്സ്, മൈൻ കൾച്ചർ അതെങ്ങനെ നിന്നുപോയി, അത് അവരുടെ ഇമ്പോർട്ടൻസ് എന്താണ്. ഒരു നോവൽ അല്ലെങ്കിൽ കഥ വായിക്കുമ്പോൾ എഴുതുന്ന ആള് പാഷനോട് കൂടിയായിരിക്കും അത് എഴുതുന്നത്. ഇപ്പൊ നമുക്ക് വായിക്കുമ്പോൾ അതിനൊരു എന്താ പറയുന്നത്, നമുക്ക് അതേ ഒരു ഫീൽ കിട്ടാത്തതിന്റെ കാര്യം ഇൻഎക്സ്പീരിയൻസ് ആണ്. ശരിക്കും എഴുത്തുകാര് ആ ഒരു എന്താ പറയുന്നത്, ആ എഴുതുന്നതിൽ കൂടി കടന്നു പോയിരിക്കണം, അല്ലെങ്കിൽ അത് പഠിച്ചിരിക്കണം. ഈ ഒരു ജനറേഷന്റെ പല എഴുത്തുകളും വായിക്കുമ്പോൾ they don't know how to stop it. Starts with something, middle will be something, end will be like okay done. അവർക്ക് പലരും പറയുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മൾ അതിനെപ്പറ്റി കുറച്ച്, ഇപ്പൊ നമുക്ക് ബുക്ക് റെഫറൻസ് ചെയ്യണ്ട, ഗൂഗിൾ ഉണ്ട്, ChatGPT ഉണ്ട്, AI ഉണ്ട്, ആരോട് ചോദിച്ചാലും കുറച്ചൊക്കെ കാര്യങ്ങൾ സത്യമായിട്ട് നമുക്ക് കിട്ടും. അത്രയും ഒരു ഇതുപോലും എടുത്ത് നമ്മൾ ആ ഒരു എന്താ പറയുന്ന ഒരു ഹാർഡ് വർക്ക് എടുത്ത് എഴുതുന്നില്ല. പക്ഷെ അവരുടെ ബുക്ക് വിറ്റുപോകും. കാര്യം എന്താ? റീൽസും പ്രൊമോഷനും. ബട്ട് അത് വായിക്കുന്നുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അല്ലെങ്കിൽ വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ അത് ഇരിക്കുന്നുണ്ടോ എന്നുള്ള വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ശരിയാ, ഇപ്പം ഒരു ബുക്ക് തന്നു ഒന്ന് വായിച്ചു നോക്കുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ വായിക്കും. പക്ഷെ അതിന്റെ നാളെ നമ്മളോട് ചോദിച്ചാൽ ആ ഒരു ബുക്ക് എന്താണെന്ന് അറിയില്ല. പക്ഷെ എപ്പോഴും നമ്മൾ എല്ലാ ബുക്കുകളും വായിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് നല്ലത് ചീത്ത ചെയ്താൽ തിരിച്ചറിയാൻ പറ്റും. അത് വായന തുടങ്ങുമ്പോൾ തന്നെ നമുക്കൊരു ബുക്ക് എടുത്ത് വായിക്കുമ്പോൾ ഫസ്റ്റ് പേജ് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് മുമ്പോട്ട് പോകുമോ ഇല്ലയോ. മുമ്പോട്ട് പോകാത്താണെന്നുണ്ടെങ്കിൽ സമയം മെനക്കെടുത്തേണ്ട, സൈഡിൽ പോട്ടെ, അടുത്ത നല്ല ബുക്ക് വരട്ടെ. അതാ എൻ്റെ ഒരു രീതി. ഞാൻ ശരിക്കും സത്യമായിട്ട് പറയാണ്. ബട്ട് ആ ഒരു ഫസ്റ്റ് പേജിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു എന്താ പറയുക, ആ ഒരു എന്തൂസിയാസം ഈ ബുക്ക് ലാസ്റ്റ് വരെ തന്നിട്ടുണ്ട് നമുക്ക്. അത് മാത്രമല്ല, ക്യൂരിയോസിറ്റി ആയിട്ട് പല കാര്യങ്ങളും പുതിയ ഒരു എന്താ പറയുക, ഹിസ്റ്ററി നമ്മളെ കൊണ്ട്, എനിക്കറിയില്ല, എനിക്ക് പഠിക്കാൻ വലിയ താല്പര്യമില്ലാത്തൊരു എന്താ പറയുക, അത് ഡേറ്റ്സ് കൊണ്ട് പഠിക്കാൻ വലിയ താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. പക്ഷെ ഒരു നോവൽ എടുത്തിട്ട് നമുക്ക് ഹിസ്റ്ററി പറഞ്ഞു തരുമ്പോൾ അത് പിന്നെ നമ്മൾ ഒരിക്കലും മറക്കത്തില്ല. പിന്നീട് നമ്മൾ പല കഥകളും വായിക്കും, അതിനോടനുബന്ധിച്ചുള്ള പല കഥകളും നമ്മൾ തേടിപ്പോയി വായിക്കും. എങ്ങനെ ഇരിക്കും, അത് ഈ ബുക്കാണോ കറക്റ്റ്, അത് ശരിയാണോ എന്നുള്ളത്. പിന്നീട് നമ്മൾ അത് നോൺ ഫിക്ഷൻ റീഡിങ്ങിലേക്ക് പോകും. ഒരു നല്ല ഫിക്ഷൻ ബുക്ക് എടുത്ത് ഒരു ഏത് ഫിക്ഷനോ ആയിക്കോട്ടെ, ട്രാവലറോ ഫിക്ഷൻ ത്രില്ലറോ എന്തെങ്കിലും ആയിക്കോട്ടെ, അതിനെ നമ്മൾ എന്താ പറയുന്നത്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ റീഡ് ചെയ്യുന്ന ഒരു ഹാബിറ്റിലേക്ക് കൊണ്ടുവരാൻ ഒരു ബുക്കിന് സാധിക്കണം. അതായിരിക്കും ഒരു നല്ല നോവലോ ചെറുതോ എന്ത് കാറ്റഗറി ആണെങ്കിലും.
പറഞ്ഞ പോലെ പ്രേംരാജിന്റെ ഓരോ എഴുത്തിലും ഓരോ ചെറിയ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉടക്കി നിൽക്കും. ഓരോ കഥ ഇതിപ്പോ കുറെ നാൾ കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണെങ്കിലും പ്രേംരാജിന്റെ അടുത്ത് നിന്റെ ബുക്കിൽ എവിടെയോ വായിച്ചിട്ടുള്ളൂ എനിക്ക് പറയാൻ പറ്റും. എനിക്കും ഷാമനിസത്തെ പറ്റി അറിയില്ലായിരുന്നു. എന്താ മെക്സിക്കോയിൽ നമ്മുടെ കൾച്ചർ ഉണ്ടെന്ന് അറിയില്ലായിരുന്നു. ഈ പിന്നെ എന്താ പറയുന്നത് ഹിന്ദു ശിവൻ, വിഷ്ണു, ബ്രഹ്മ, അതുപോലെ തന്നെ ക്രിസ്ത്യൻ ട്രിനിറ്റി, അത് ഞാൻ കുറെ വായിച്ചിട്ടുണ്ട് നമ്മുടെ ഇന്ത്യൻ മിത്തോളജി വായിക്കുന്ന പോലെ തന്നെ. പക്ഷേ വേറെ നമ്മൾ ആരും അറിയപ്പെടാത്തൊരു നാട്ടില് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത് ഞാൻ ഈ ബുക്ക് വായിച്ചതിന് ശേഷമാണ് അറിയുന്നത്. പിന്നീട് ഇതിന്റെ ലാംഗ്വേജ് വളരെ സിമ്പിളാണ്, ആർക്കും മനസ്സിലാവും. നമ്മൾ വേറെ ഈ ചില എന്താ പറയുക ഇതേപോലുള്ള കൾച്ചർ ഡിഫറൻസ് അല്ലാതെ വേറൊന്നും നമ്മൾ വേറൊരിടത്തും പോയി റെഫർ ചെയ്യേണ്ട കാര്യം വരുന്നില്ല. പിന്നെ കുറച്ചും കൂടി ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ രമയെ പോലുള്ളവർക്കാണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഈസി. ഒരു ഈസി റീഡാണ് ഈ ബുക്ക്. ഞങ്ങളെ കൊണ്ടുള്ളവർക്കാണെങ്കിൽ പോയിട്ട് നോക്കണം അതെന്താണ് സംഭവം എന്നുള്ളത്. ആ ഒരു കാര്യത്തില് പ്രേംരാജിന്റെ ലാംഗ്വേജ് ഇസ് വെരി സിമ്പിൾ. അതിന് നമുക്കൊരു സെക്കൻഡ് തോട്ട് വേണ്ട. ആള് പിന്നീട് എന്താ പറയുന്നത് ക്രിസ്റ്റൽ ക്ലിയർ ആണ്. എഴുതുന്ന കാര്യത്തിൽ നമുക്ക് എന്താ ചിലർ പറയും ചില കാര്യങ്ങൾ ആഡ് ചെയ്യണം എങ്കിൽ മാത്രമേ ബുക്ക് പോകൂ. അങ്ങനെയൊന്നുമില്ല. ആളിന് പറയാനുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് പറയും. ബുക്ക് പോകുന്നോ ഇല്ലയോ നിങ്ങൾ വായിക്കുന്നോ ഇല്ലയോ എന്നുള്ളതല്ല. അതല്ലാതെ വേറെ ആരെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞിട്ട് ബുക്കിനോട് ചേരാത്തൊരു കാര്യം ഒരിക്കലും അദ്ദേഹം എഴുതാറില്ല. അത് ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുമുണ്ട്. പ്രേംരാജൻ നീ എന്തുകൊണ്ട് ലൈക്ക് വൈ നോട്ട്? ഇല്ല, ഞാൻ പഠിച്ച കാര്യങ്ങളും ഞാൻ ട്രാവൽ ചെയ്ത കാര്യങ്ങളും ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളും മാത്രമേ ഇതിനകത്ത് എവിടെയാണെന്നുണ്ടെങ്കിലും ബുക്കിൽ പറയുന്നുള്ളത്. 212 പേജസ് ഉള്ള ഒരു ബുക്കാണ്. ബട്ട് നല്ല ഫ്രീ ആയിട്ട് വായിക്കുകയാണെങ്കിൽ മാക്സിമം ഒരു 3 to 4 days എടുത്ത് വായിക്കാൻ പറ്റുന്ന ഒരു ബുക്കാണ്. അതിന്റെ വില 330 rupees ആണ്. എല്ലാവരും വാങ്ങണം. ഈ കുറെ പേര് ബുക്ക് അവലോകനം ചെയ്യാനുണ്ട്. ഞാൻ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂസ് ആണ് പറഞ്ഞത്. കഥയൊന്നും ഞാൻ പുറത്ത് പറയുന്നില്ല, പറഞ്ഞിട്ടുമില്ല. അത് എനിക്ക് കഥ കേൾക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം കഥ കേൾക്കുന്നതും വായിക്കുന്നതും തമ്മിൽ ഒരു ഹ്യൂജ് ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വായിക്കണം. ഇനിയും അധികം ബുക്കുകൾ എഴുതട്ടെ. പ്രേംരാജിന്റെ 1.5 year ഹാർഡ് വർക്കാണ് നമ്മുടെ മുമ്പിൽ കാണുന്നത്. അത് പ്രേംരാജിന്റെ മാത്രമല്ല, ഓരോ എഴുത്തുകാരും നല്ല സിൻസിയർ ആയിട്ട് എഴുതുന്ന എല്ലാവരും അത്രത്തോളം കഷ്ടപ്പെട്ട് തന്നെയാണ് എഴുതുന്നത്. വി ഹാവ് ടു റെസ്പെക്ട് ദാറ്റ്. സോ എത്രയും വേഗം പ്രേംരാജിന്റെ ഇംഗ്ലീഷും കന്നഡ ട്രാൻസ്ലേഷനും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ പുസ്തക പ്രകാശനം ഇവിടെ ഇന്ന് സംഘടിപ്പിച്ചത് വളരെ ഉചിതമായി എന്ന ഒരു ആശയമാണ് എനിക്ക് പറയാനുള്ളത്. എന്നാൽ നമ്മളിപ്പോൾ വായന വാരത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് വളരെ അനുയോജ്യമായ സ്ഥലത്ത് ഇവിടെ ഇത് സംഘടിപ്പിച്ചാൽ ഇതിൻ്റെ ഭാരവാഹികളെ ഞാൻ അഭിനന്ദിക്കുന്നു. മറ്റൊരു സംഗതി, ഈ വേദിയിൽ വെച്ച് ശ്രീമതി രമാ പിഷാരെഡ്ഡിയുടെ നേതൃത്വത്തിൽ എന്നെ ആദരിക്കാനുള്ള സന്ദർഭമുണ്ടായി. അത് ഒരു നിയോഗമായിട്ട് ഞാൻ കരുതുന്നു. ഇവിടെ എനിക്ക് വീണ്ടും എത്താൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷം. താങ്ക്സ് ടു ഡോക്ടർ പ്രേംരാജ്. മറ്റൊരു ധന്യമായിട്ടുള്ള കാര്യം പറയാനുള്ളത്, ഈ വായനാ ദിനത്തിൽ വായനയുടെ മഹത്വത്തെക്കുറിച്ച് മേന്മയെക്കുറിച്ച് ഇവിടെ പറയുകയുണ്ടായി. കുഞ്ഞുണ്ണി മാഷിന്റെ വരികൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇവിടെ പറയുന്നുണ്ടായിട്ടുള്ളത്. വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ വിളയും. എൻ്റെ അയൽവാസിയായ കുഞ്ഞുണ്ണി മാഷിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വരികളെ കുറിച്ചുള്ള ആ പരാമർശം കേൾക്കാൻ എനിക്ക് സാധിച്ചാൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ വായനയെ കുറിച്ച് ഇവിടെ പറയുണ്ടായല്ലോ. നിർഭാഗ്യകരമായ ഒരു സംഗതിയാണ്,
ഇന്ന് വായനക്കാരെക്കാൾ കൂടുതലാണ് എഴുത്തുകാർ. സത്യമാണ്, നിർഭാഗ്യകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇത് ഉള്ളത്. ഇന്ന് വാസ്തവത്തിൽ അക്ഷരങ്ങളെ സ്നേഹിക്കുന്നവർ വളരെ കുറവാണ് എന്ന് പറയേണ്ടി വരും. മക്കളെ സ്നേഹിക്കുന്നവരാണ്. നിർഭാഗ്യപരമായിട്ടുള്ള ഒരു സംഗതിയാണ്, അത് പറയാതെ വയ്യ. ഞാൻ ഇനി എൻ്റെ ദൗത്യത്തിലേക്ക് കിടക്കട്ടെ. പുസ്തകത്തെ കുറിച്ച് ഇവിടെ വിശദമായിട്ട് പരിചയപ്പെടുത്തി, പക്ഷേ അതിൽ പറയാത്ത ചില സംഗതികളെ കുറിച്ച് ഞാൻ പറയാം. മിസ്റ്റിക് ത്രില്ലർ എന്നാണ് ഈ പുസ്തകത്തിൻ്റെ മന്ത്രിക്കുന്ന യന്ത്രങ്ങൾ എന്ന പുസ്തകത്തിൻ്റെ പേര് പറഞ്ഞിട്ടുള്ളത്. അത് ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ ഈ യന്ത്രങ്ങളും മന്ത്രങ്ങളും അറിയുന്ന ചില സമൂഹത്തിലുള്ള വ്യക്തികൾ അമാനുഷിക ശക്തി ഉണ്ടെന്ന് കരുതുന്ന അല്ലെങ്കിൽ പറയപ്പെടുന്ന വ്യക്തികളെ കൂട്ടുപിടിച്ച് ദുഷ്ടശക്തികളോട് പൊരുതുന്ന, അവരെ അല്ലെങ്കിൽ വെല്ലുവിളിക്കുന്ന ഒരു പ്രമേയമാണ് ഈ പുസ്തകത്തിൽ ഒരുക്കി നിർത്തിയിട്ടുള്ളത്. ഇതിൻ്റെ ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത ഒന്ന് ലളിതമായ സരളമായ ഭാഷയിൽ എഴുതിയിട്ടുള്ളതാണ് ഈ പുസ്തകം. ഈ പുസ്തകത്തിൽ ഭൂമിശാസ്ത്രമുണ്ട്, ചരിത്രമുണ്ട്, ഐതിഹ്യമുണ്ട്, ശാസ്ത്രമുണ്ട്. ഇതിൻ്റെ എല്ലാം ഒരു സമ്മേളനമായിട്ടാണ് ഈ പുസ്തകത്തെ കാണാൻ പറ്റുന്നത്. ഇത് ആദ്യം തുടങ്ങിയിട്ടുള്ളത് ഒരു ട്രാവലോഗ് ശൈലിയിലാണ്. നമ്മൾ എസ്.കെ. പൊറ്റക്കാട്ടിൻ്റെ യാത്രാകരണമൊക്കെ ധാരാളം വായിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. ഞാൻ ആദ്യത്തിൽ ഇത് വായിച്ചപ്പോൾ ഈ പുസ്തകത്തെക്കുറിച്ച് എനിക്ക് തോന്നിയത് ഇതൊരു യാത്രാവിവരണം പോലെയുണ്ടല്ലോ എന്നാണ്. പക്ഷേ ആ യാത്രാവിവരണം ആ മെക്സിക്കോ എന്ന രാജ്യത്തിൽ, ആ സ്ഥലത്തെ അവിടുത്തെ സംസ്കാരങ്ങൾ, അവിടുത്തെ ഭാഷ, ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ആഹാരം പ്രത്യേകിച്ച് ഒതുക്കിയിട്ടുള്ള വിഷയങ്ങൾ അദ്ദേഹം ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത് അത് ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ ഈ പുസ്തകത്തിലും ഷഹനായി മുഴക്കുമ്പോൾ എന്നുള്ള ആ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ള പാഴ്സികളുടെ ഭക്ഷണരീതി സംസ്കാരം ഏറ്റുപെട്ടുള്ള പോലെ അദ്ദേഹം ഈ മെക്സിക്കൻ സംസ്കാരത്തെ കുറിച്ച് അദ്ദേഹം ഇതിൽ പരാമർശിച്ചിട്ടുണ്ട്. മെക്സിക്കൻ സംസ്കാരത്തിൽ അവിടെ അവർ മെക്സിക്കോയിലേക്ക് പോകാനായിട്ട് പോകുമ്പോൾ തുളും എന്ന ഗ്രാമത്തിലേക്കാണ് പോകേണ്ടത്. ആ തുളും എന്ന ഗ്രാമത്തിലേക്ക് പോകണമെങ്കിൽ അവിടുന്ന് ഒരു വിമാനത്തിൽ വേണം പോകണമെങ്കിൽ, ഒരു ചെറിയ വിമാനത്തിൽ പോകണം. അതിലൊരു സദസ്സനായിട്ടുള്ള പൈലറ്റിൻ്റെ ചില പരാമർശങ്ങൾ രസകരമാണ്. അതിവിടെ പങ്കെടുക്കുന്ന ഉചിതമാണെന്ന് തോന്നുന്നു. അദ്ദേഹം ചെറിയ വിമാനത്തിലാണ് പോകുന്നത്. അപ്പോൾ പൈലറ്റ് പറയാണ് ഈ കാറ്റും കൊള്ളൊക്കെ ഉണ്ടാകുമ്പോൾ വിമാനത്തിന് അല്പം എന്താണ് പറയുക, ഷേക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ പൈലറ്റ് പറയാണ്, ഞാൻ ഈ വിമാനം ഓടിച്ചിട്ട് 10 കൊല്ലം പരിചയമുള്ള ആളാണ്, അതുകൊണ്ട് ഞാൻ കുത്തനെയും ഓടിക്കും ചെരിഞ്ഞും ഓടിക്കും, നിങ്ങൾ ഭയപ്പെടരുതെന്ന് പറഞ്ഞു. ഭയപ്പെടേണ്ട, വെള്ളത്തിലല്ലേ വീണാല്. അത് മാത്രമല്ല, ഏലസിന്റെ ദിവ്യശക്തി കൊണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു ധാരണ, ഒരു പരാമർശം കൂടി ഈ പുസ്തകത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതെ. അപ്പോൾ ഈ ഒരു വിഷയം മെക്സിക്കോയിൽ വെച്ച് നടക്കുന്ന ഈ സംഭവം തന്നെ എസ്.കെ. പൊറ്റക്കാട്ടിൻ്റെ യാത്രാവിവരണത്തിൻ്റെ ഇതിൽ ഒരു പുസ്തകം ആകാനുള്ള വക അതിലുണ്ട് എന്ന് എനിക്ക് ഓർമ്മിക്കാൻ സാധിക്കുന്നു. അത് ഒരു കാര്യമാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് അവിടുത്തെ സംസ്കാരത്തെക്കുറിച്ച്, ജോഗ്രഫിക്കൽ നോളജിനെ കുറിച്ച് അദ്ദേഹം ധാരാളം ഇതിൽ പഠിച്ചിട്ടുണ്ട്. മായന്മാർ എന്ന് പറഞ്ഞിട്ടുള്ള സംസ്കാരം അവിടെ വരുന്നുണ്ട്. ആ മായന്മാർ ശാസ്ത്രത്തിലും ഭവന നിർമ്മാണത്തിലും അങ്ങേയറ്റം പ്രാഗൽഭ്യമുള്ള ആൾക്കാരായിരുന്നു. അവരുടെ പരമ്പരയാണ് നമ്മുടെ മഹാഭാരതത്തിലെ അരക്കില്ലം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് വന്നിട്ടുള്ളതെന്നുള്ള ഒരു അനുമാനം കൂടി ഇതിൽ കൊണ്ടുവന്നുണ്ട്. അത് പുരാണത്തിലെ കഥയിനപ്പുറത്തോളം നമുക്ക് ശരിയാണെന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു വിഷയം അദ്ദേഹം ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് മഹാഭാരതത്തിൻ്റെ ഒരു പരാമർശം കൂടി വരുന്നുണ്ട്. പിന്നെ സയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടുപ്പം ചിട്ടയായി ഞാൻ പറയുന്നുണ്ടോ എനിക്കറിയില്ല. ട്രാൻസ്ജെൻഡറിൻ്റെ പരാമർശം ഇതിൽ വന്നിട്ടുണ്ടല്ലോ. അത് വാസ്തവത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. സുഗന്ധി എന്ന ഒരു കഥാപാത്രത്തെ സുഗുണനായിട്ട് മാറുന്ന ഒരു പരാമർശം ഈ നോവലിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇന്നത്തെ ഈ ശാസ്ത്രലോകത്തിൻ്റെ പുരോഗതിയെക്കുറിച്ചാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതും ഈ
നോവലിൻ്റെ ഒരു സവിശേഷമായിട്ട് നമുക്ക് ശാസ്ത്രബോധത്തിലേക്ക് ഊളയിടുന്ന ഒരു സംഗതിയായിട്ട് നമുക്ക് പറയാൻ പറ്റും. പിന്നെ പറയുകയാണെങ്കിൽ ഇതിൽ ചേർത്തുള്ള ചില പേരുകൾ, ഇവ ഈ വിശ്വാസം അന്ധവിശ്വാസം ഇവ തമ്മിൽ നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ മനുഷ്യന് അരക്ഷിതാവസ്ഥ ഉണ്ടാകുന്ന സമയത്താണ് അന്ധവിശ്വാസത്തിലേക്ക് പോകുന്നത്. എന്തെങ്കിലും നമുക്ക് വിഷമങ്ങളുണ്ടായി പ്രതിസന്ധിക്ക് എന്താ ഒരു വഴിയില്ലാണ്ടാകുമ്പോൾ മുങ്ങിച്ചാവുന്നാൽ വൈക്കോൽ തുരുമ്പ് പിടിച്ച് രക്ഷപ്പെടാൻ നിൽക്കുന്ന പോലെയാണ് ഈ അന്ധവിശ്വാസത്തിൻ്റെ പുറത്ത് പോയിട്ട് ഈ മന്ത്രം മരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തെന്നാണ് നമുക്ക് വിശ്വസിക്കേണ്ടത്. ഞാനിത് പരീക്ഷിച്ചിട്ടുണ്ട് ഒരിക്കൽ. എൻ്റെ നാട്ടിൽ ഈ ചാത്തൻ്റെ മട്ടം ഉണ്ടാവട്ടെ. ഒരിക്കൽ ഞാനൊന്ന് പരീക്ഷിക്കാന്ന് വെച്ചാൽ ചാത്തൻ്റെ മട്ടത്തിൽ പോയി. ചാത്തൻ്റെ പോയിട്ട് പൂജ ചെയ്യണം. പൂജ അവർ പറയുന്നത് ചില്ലറയൊന്നുമല്ല, 10,000 രൂപ ഒരു പൂജയ്ക്ക്. അത് ഒരാഴ്ച മറ്റേ ചെയ്യും. അപ്പോൾ ഒരു ഫലസിദ്ധി ഉണ്ടാകുന്ന പറഞ്ഞ് ഞാൻ നോക്കിയപ്പോഴും പൈസ കൊടുത്ത് ഒരു ഫലസിദ്ധി ഉണ്ടായില്ല. ദോഷഗുണം ഉണ്ടായതാണ് എനിക്കിപ്പോൾ സംശയം. കാരണം ഒരു പുരോഗതിയല്ല. അപ്പോൾ നമ്മൾ വിശ്വാസം ഇല്ല, നമുക്ക് വിശ്വാസം നഷ്ടപ്പെട്ട് ജീവിതത്തിൻ്റെ ഓരോ ദുരന്തങ്ങൾ വരുമ്പോൾ നമ്മൾ അന്ധവിശ്വാസത്തെ മുറുകെ പിടിക്കുന്ന ഒരു പ്രായം ആണ് ഇതെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള മന്ത്രതന്ത്രങ്ങൾക്ക് വിധേയരായിട്ടുള്ള വ്യക്തികൾ ഇങ്ങനെ പൂജ മാന്ത്രിക ശക്തിയുള്ളതെന്ന് വിശ്വസിക്കുന്ന ഇവരുടെ ഒടിയന്മാരുണ്ട് കേട്ടോ. ഒടിയന്മാരോട് അവർ ഇങ്ങനെ ചില മന്ത്രത്തിൽപ്പെട്ടവരുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട്. നാട്ടുപുറത്ത് കാണും, നഗരത്തിൽ കാണും. പിന്നെ അതുപോലെ കൈവിഷത്തെ കുറിച്ച് ഇതിൽ പരാമർശിക്കുന്നുണ്ട്. ഒരു വ്യക്തി ഈ ഏലസുകൾ, മാന്ത്രിക ഏലസുകളൊക്കെ കൊണ്ടുവന്നിട്ട് കൈവിഷം സേവിക്കാൻ, ഇതിനെ ഓടിക്കാൻ, ഇങ്ങനെയുള്ള ചില പരാമർശങ്ങൾ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ വിശദമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ കുറേ സമയം പിടിക്കുകയാണ്. ഞാൻ ചുരുക്കി പറയുകയാണ്. ആ വ്യക്തി ഇങ്ങനെയുള്ള ഏലസുകൾ കൊണ്ടുവന്നിട്ട് നാട്ടിൽ വിൽക്കുന്നതായിട്ടുള്ള പരാമർശം ഇതിലുണ്ട്. ആ ഏലസ് ധരിച്ചാൽ ശത്രുബാധ ഉണ്ടാവില്ല, പിന്നെ അഭിവൃദ്ധി ഉണ്ടാവും. എല്ലാവർക്കും ധനമല്ലേ വേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു ഫ്രാൻസിസ് എന്ന കഥാപാത്രത്തെ ഇതിൽ അണിനിരത്തിയിട്ടുണ്ട്. ഫ്രാൻസിസിന് ഈ യന്ത്രത്തിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ഫ്രാൻസിസിന് മകൾക്ക് അമേരിക്കയിലാണെന്ന് തോന്നുന്നു വിദേശത്ത് ജോലി കിട്ടി. രാഷ്ട്രീയത്തിൽ ഇദ്ദേഹം ഉന്നത നിലയിൽ പോയി എന്ന് പറയുന്നു. ഇതിൻ്റെ സത്യാവസ്ഥ നമുക്കറിയില്ല. വായനക്കാരെ അവരിഷ്ടമനുസരിച്ചിട്ട് ചിന്തിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള മാന്ത്രിക പ്രവർത്തികൾ ഇന്നും സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അത് നമ്മളെ ഉത്ബോധിക്കുന്നതിനുള്ള ഒരു സെർച്ച്ലൈറ്റാണ് ഇതിൻ്റെ പ്രമേയം എന്ന് പറയാം. ഏതായാലും വിഭിന്നമായിട്ടുള്ള വിഷയങ്ങളാണ് ധനരാജിൻ്റെ നോവലുകളിലും ചെറുകഥകളിലും കാണാൻ കഴിയുന്നത്. അത് പ്രത്യേകം പ്രശംസാർഹിക്കുന്ന ഒരു സംഗതിയാണെന്ന് പറയാൻ പറ്റില്ല. ഇനിയും പ്രേമരാജിൽ നിന്ന് നിരവധി ഇതുപോലെയുള്ള വിഷയങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള വിഷയം